യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും വേണ്ടതുപോലെ ഇരുന്നോളൂ. ആകാവുന്നിടത്തോളം നിവർന്ന് കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് എത്ര കണ്ഠങ്ങളുണ്ടോ അത്രയും കണ്ഠങ്ങളിൽ നിന്ന് ഓംകാരം ഒരു കൂട്ട ജപം ഉണ്ടായേ തീരൂ. എല്ലാവരും സമ്മതിച്ചോ? മടിയൊക്കെ പോയോ? രണ്ടാളാ മറുപടി പറയണേ. മടി പോയോ? ശരി. ദാ ഓ പോരാ കേട്ടോ. ഓ നിങ്ങളുടെ ശബ്ദം ലോകം മുഴുവനും കേൾക്കണമെന്നുണ്ട് എനിക്ക്. നമ്മുടെ ചാനലുകാർ ശ്രദ്ധിക്കണം. ആ ശബ്ദം നിങ്ങളുടെ ഇതിൽ കിട്ടുമോ? കിട്ടാൻ വേണമെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കണമെങ്കിൽ വെച്ചോളൂ. തിരിച്ചു വയ്ക്കണോ? ഇതാ ശബ്ദത്തിലൊന്ന് നല്ലോണം എല്ലാവരും ലോകം മുഴുവനും കേൾക്കാൻ പോണേ, അമേരിക്ക അടക്കം. ഇതാ ഓ ഹരിഃ ഓം തസ്. ഏത് ഭാഗ നമ്മൾ ചർച്ച ചെയ്യുന്നത്? 20-ാം അധ്യായത്തിൽ താവത് കർമാണി കുർവീത ന നിർവിദ്യേത യാവത മത്കഥാശ്രവണാദൗ വാ ശ്രദ്ധാ യാവന്ന ജായതേ. മനുഷ്യജന്മം സഫലമാകുന്നത് ഭഗവത് തത്വങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്. നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവാം, പഠിച്ചിട്ടുണ്ടാവാം, വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു, ചിലർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വേണ്ടത്ര പണമുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, കാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതുകൊണ്ടൊന്നും ജന്മം സൗഭാഗ്യം നിറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാഫല്യവും ഉണ്ടാവാൻ പോണില്ല. മനുഷ്യജന്മത്തിൻ്റെ ടെസ്റ്റ്, പരീക്ഷ, അത് പത്രമാറ്റം തങ്കമായി തീരുന്നത് മത്കഥാ ശ്രവണാദൗ വാ.
എന്നെക്കുറിച്ചുള്ള തത്വകഥനങ്ങളുണ്ടല്ലോ, ഭഗവാന്റെ ജന്മങ്ങൾ, ഈശ്വരൻ്റെ ജന്മങ്ങൾ, അവതാരങ്ങൾ, ഓരോ അവതാരത്തിലും ചെയ്തിട്ടുള്ളതായ അതിമഹത്തായിരിക്കുന്ന കാര്യങ്ങൾ, സംരംഭങ്ങൾ, പലതും നേടിയെടുക്കാൻ മനുഷ്യരാശിക്ക് പറ്റാതെ വരുമ്പോൾ, ദുർഘടത്തിൽ ചെന്ന് പെടുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വിശേഷപ്പെട്ട ജന്മം, ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈശ്വരൻ വിശേഷമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പല കഥകളും പല സംഭവങ്ങളും പല ചരിതങ്ങളുമുണ്ട്. അത് ഭംഗിയായി നമ്മുടെ മഹർഷിമാർ എഴുതി വച്ചിട്ടുണ്ട്. നല്ല ഭാഷയിൽ, ദേവനാഗരം എന്ന് പറയുന്ന ആ നാഗര ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ടതാണ്. ആ എഴുത്തിൻ്റെ വൈഭവം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. സാധാരണ ഇംഗ്ലീഷിലൊക്കെ ഒരു വാക്കോ കാവ്യത്തിൻ്റെ ഒരു ശകലമോ വായിച്ചാൽ സംശയം പരമാവധി ഉണ്ടെങ്കിൽ ഡിക്ഷണറിയിൽ ഒന്ന് നോക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതിൽ ഈ സന്ധി പ്രയോഗങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ സംസ്കൃത ഭാഷയിലും മലയാളത്തിലും അങ്ങനെ തന്നെയാണ് വാസ്തവത്തിൽ. ഒരു 15ഉം 20ഉം ഒരു പാരഗ്രാഫ്, ഒരു പേജ് മുഴുവനും ഒരു വാക്കാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ചെറുപ്പകാലത്ത് ഇലക്യൂഷൻ എന്ന് പറയുന്ന മത്സരത്തിന് വേണ്ടി സംസ്കൃതത്തിൽ എന്നെ ഒരാൾ പഠിപ്പിക്കുകയുണ്ടായി, കൃഷ്ണശാസ്ത്രികളുടെ കുടുംബത്തിൽ നിന്ന്. ഇത് ഓർമ്മയുണ്ട്, ഇപ്പോൾ വരുമോ എന്നറിയില്ല, ചിലപ്പോൾ മുഴുവൻ തോന്നിയെന്ന് വരില്ല, ഉപയോഗിക്കാറില്ലല്ലോ. അസ്ഥി സമസ്തനഗരീ നികഷായമാണ് ശശ്വതഗണ്യ പണ്യ വിസ്താരിത മണിഗണാദി വസ്തു ജാതവ്യാഖ്യാത രത്നാകര മാഹാത്മ്യ. ഒരു വാക്ക. തത്ര വീരഭടപടലോത്തരംഗ തുരങ്ക കുഞ്ചര മകരഭീഷണ സകല രിപുഗണ കടക ജലനിധി മദന മന്ദരായമാണ് സമുദ്ദണ്ഡ ഭുജദണ്ഡ. ഒറ്റ വാക്ക. കേട്ടുവോ നിങ്ങൾ? സംസ്കൃതമാണിപ്പോൾ. ബ്രഹ്മാണ്ഡഛത്രദണ്ഡ ത്രിഭുവന. അതങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞിട്ടാണ് അത് പോണത്. അപ്പം ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതം തന്നെയാണ്. നല്ല പോലെ സംസ്കരിക്കപ്പെട്ടതാണ്. അങ്ങനെ പല ശ്ലോകങ്ങളുമുണ്ട്. ആ ശ്ലോകങ്ങളിലുള്ള സന്ധിപ്രയോഗങ്ങൾ, അതിൻ്റെ അന്വയക്രമങ്ങൾ, ഇതൊക്കെ വേണ്ടതുപോലെ ഗ്രഹിച്ചു വരാൻ നല്ല വിഷമമാണ്. ബുദ്ധിമാന്മാർക്ക് വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. അറിവുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഒരു പരീക്ഷയാണെന്നാണ് പറയുന്നത്. അതേ സമയത്തോ സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. എന്താ അതിനർത്ഥം? ഓരോ പദത്തിലും അതിന് കൂടുതൽ സ്വാദിഷ്ടമാണത്രേത്. അതിന് രുചിയുണ്ട്, മാധുര്യമുണ്ട്, രസമുണ്ട്, ആഹ്ലാദമുണ്ട്, എല്ലാമുണ്ട്. പ്രതിദിനവും അങ്ങനെയാണ്. നിങ്ങൾ ശ്രീമദ് ഭാഗവതം എടുത്ത് വായിച്ചു നോക്കൂ. ഒരേ ദിവസം വായിക്കും തോറും അതിന് കൂടുതൽ രസവും ആഹ്ലാദവും ഉന്മത്തത വരെ അത് ജനിപ്പിക്കാൻ ശക്തമാണ്. അത് സംസ്കൃത ഭാഷയ്ക്കേ ഉള്ളൂ. ആ സന്ധിപ്രയോഗങ്ങളും പ്രത്യേകമായ പ്രയോഗങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. ഭാഷയിൽ വെച്ച് ഏറ്റവും പഴക്കം കൂടിയതാണ് സംസ്കൃതം. എന്നുണ്ടായി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. വേദകാലം എന്ന് പറഞ്ഞാൽ ചരിത്രാതീതമാണത്, ചരിത്രത്തിന് അതീതമാണ്. അപ്പം പിന്നെ ഒരാൾക്കും അവിടെ വിരൽ ചൂണ്ടി നമ്മൾ പറയണത് അങ്ങനെയല്ല എന്ന് പറയാൻ അവരുടെ കയ്യിൽ വസ്തുവകകളൊന്നുമില്ല. അങ്ങനെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെ നല്ല ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണത് മുഴുവനും. അത് കേൾക്കുക, അത് കേൾക്കാൻ താല്പര്യം തോന്നി എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം സഫലമായി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സത്രശാലയിൽ ആരാരെല്ലാം വന്നിരിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും ധന്യന്മാരാണ്. മഹാഭാഗ്യം കൊണ്ടേ ഇവിടെ നിങ്ങൾക്ക് സന്നിഹിതരാകാൻ പറ്റൂ. അത് നിങ്ങളുടെ ഭാഗ്യം മാത്രമല്ല, നിങ്ങളുടെ പൂർവികരുടെ ഭാഗ്യം. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന. ശ്രദ്ധിക്കുന്നുണ്ടോ? ബഹുജന്മ, അനവധി ജന്മങ്ങളിൽ സമ്പാദിച്ചിട്ടുള്ള ഭാഗ്യം കൊണ്ട് മാത്രമേ സത്സംഗം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്താ കിട്ടണത്? വിശപ്പിന് കുറേശ്ശെ ഭക്ഷണം ഉണ്ട് എന്നുള്ളത് ഇരിക്കട്ടെ, ഈ സത്രശാലയിൽ നിന്ന് നിങ്ങൾക്ക് ഭുജിക്കാനുള്ളത് ജ്ഞാനാമൃതം ഭോജനം. എന്താ? ജ്ഞാനാമൃതം ഭോജനം. അതിങ്ങനെ ഉരുട്ടി ഇങ്ങനെ തരികയാണ്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഉരുട്ടി തരണത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും വേണ്ട, അങ്ങനെ വിഴുങ്ങിയാൽ മതി. അത് ചെവിയിൽ ഇങ്ങനെ വന്ന് വീണോളും. ഉറങ്ങരുതെന്ന് മാത്രം. അവിടെ അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട. പ്രവക്താവിനെ നോക്കിയാലും കൊള്ളാം, കണ്ണടച്ചാലും കൊള്ളാം, ചെവിയിൽ ഇങ്ങനെ അല പോലെ വന്ന് വീണോളും. ആ വരുന്നത് മുഴുവനോ ജ്ഞാനാമൃതം ഭോജനം
ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ. എപ്പോഴാണോ അനവധി ജന്മങ്ങളിലായി ചെയ്തു കൂട്ടിയ ഭാഗ്യം, പുണ്യം, അതിൻ്റെ ഫലം ഒരു ഭാഗ്യരൂപത്തിൽ ഒരു ഉദിച്ച് സത്സംഗം കൈവരുന്നത്, അപ്പോൾ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ, അറിവില്ലായ്മ വരുത്തി തീർത്തിട്ടുള്ള നാശവും തകരാറും ഉണ്ടല്ലോ, അത് മുഴുവനും അങ്ങോട്ട് ഇല്ലാതെയാക്കി. തതോദയതേ വിവേക, മനസ്സിൽ വിവേകം ഉദയം ചെയ്യും. എന്ത്? നിങ്ങളുടെ ഉള്ളിൽ വിവേക ഭാസ്കരൻ ഉദിക്കുന്ന, അതാണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഇത് ശരിയാണോ ഭാഗവതം പറയുന്നത്? ഇവിടെ വന്ന് നിങ്ങൾക്കൊക്കെ വിവേകം കിട്ടുന്നുണ്ടോ? എന്താ ഇവരും മിണ്ടാത്തത്? ഒന്ന് പറഞ്ഞൂടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ ചോദ്യത്തിന് എന്താ അർത്ഥം? അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. എനിക്കൊരു ശരീരമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ശരീരമല്ല. എനിക്കൊരു മനസ്സുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ ശരീരമുണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നതും ശരീരത്തെ ഉണരുന്നതുമായ ഉണർവ്, ശുദ്ധമായൊരിക്കുന്ന ബോധം, ആ ബോധസ്വരൂപമാണ് എൻ്റെ വ്യക്തിത്വം. അതിനെയാണ് ഞാൻ എന്ന് പറയുന്നത്. അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, വീടല്ല, കുടിയല്ല, വസ്ത്രമല്ല, ഒന്നുമല്ല, പഞ്ചഭൂതങ്ങളുമല്ല. അങ്ങനെ ഇതൊന്നും അല്ലാത്തതായ ഒരു വ്യക്തിത്വമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട്, അതിന് ഉന്മേഷമുണ്ടാക്കിക്കൊണ്ട് ഓരോ പ്രവൃത്തികളിലും നിയോഗിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവ്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്രപഞ്ചം എന്തോ ആവട്ടെ, ആ പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത് ആ കാഴ്ച, ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമോ? ഈ പ്രപഞ്ചത്തെ നാം കാണുന്നു. അപ്പം നമ്മുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഈ പ്രപഞ്ചം ഒരു കാഴ്ചയാണ്, ഒരു ദർശനമാണ്. ഇനി എനിക്ക് നിങ്ങൾ മറുപടി പറഞ്ഞു തരണം. കാഴ്ച ഞാൻ കാണുന്ന വസ്തുവിൻ്റെയോ അതോ കാണുന്ന എൻ്റെയോ? ഇവിടെ തൂണുകളുണ്ട്, സദസ്സുണ്ട്, നല്ലൊരു പന്തലുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നു, എനിക്ക് കാട്ടിത്തരുന്നു. കാട്ടിത്തരുന്ന ആ പ്രഭാവം എൻ്റെ ഉള്ളിലോ പുറത്തോ? ഉള്ളിൽ. അപ്പൊ ഏത് കാഴ്ചയിലും കാണുന്നവനില്ലാതെ ഒരു കാഴ്ചയുണ്ടോ? കാണുന്നവൻ്റെ വികസിത രൂപമല്ലേ കാഴ്ച. അപ്പൊ ഈ പ്രപഞ്ചത്തിനെ നാം കാണുമ്പോൾ ആ പ്രപഞ്ചത്തിനെ കാണുന്ന കാഴ്ചയിൽ തന്നെ അതിൻ്റെ ദ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരനെ മറക്കാൻ നമുക്ക് പറ്റില്ല. ദ്രഷ്ടാവിൻ്റെ പ്രകടനമാണ് ദൃശ്യം. ദ്രഷ്ടാവിൻ്റെ വികസിത ഭാവമാണ് ദൃശ്യം. അപ്പൊ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോഴും യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ. ഈ ഭൂമി നാരായണന്റെ പ്രതിമയാണ്, ജലം നാരായണന്റെ പ്രതിമയാണ്. നിങ്ങൾ പുതിയതായിട്ടൊരു പ്രതിമ ഉണ്ടാക്കി തീർക്കൊന്നും വേണ്ട. ഉണ്ടാക്കുന്നവരാരാ? പമ്പരവിഡ്ഢികൾ. ഈ ഭൂമി ഈശ്വരൻ, ആ ഭൂമിയിൽ ഈശ്വരനെ കാണാതെ, അതിലുള്ള പർവ്വതത്തിൽ ഈശ്വരനെ കാണാതെ, അതിലുള്ള ശിലയിൽ ഈശ്വരനെ കാണാതെ ഒരു പാറക്കഷ്ണം പൊട്ടിച്ചുണ്ടാക്കി അതിനൊരു ബിംബത്തിൻ്റെ രൂപം കൊടുത്ത് ആ ബിംബത്തിനെ ആരുണ്ടാക്കിയത്? ശില്പി ഉണ്ടാക്കിയത്. അതാണ് എൻ്റെ ഭഗവാൻ. അതെങ്ങനെയാണോ ഭഗവാനാവുക? ഭഗവാൻ സർവത്ര വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്താവിശേഷമാണ്. ആ സത്താവിശേഷം ഭൂമിയിൽ മാത്രമല്ല, പർവ്വതത്തിൽ മാത്രമല്ല, ശിലയിൽ മാത്രമല്ല, വായുവിൽ മാത്രമല്ല, ജലത്തിൽ മാത്രമല്ല, അഗ്നിയിൽ മാത്രമല്ല, ആകാശത്തെയും അതിജീവിച്ച് അതിക്രമിച്ച് പരിലസിക്കുന്ന ഒരു മഹത്തായ പ്രഭാവമാണ്, സാന്നിധ്യമാണ്. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിന് നോക്കുന്ന സമയത്തും ആ നോക്കുന്ന പ്രപഞ്ചത്തിൽ കാണേണ്ടത് ഈശ്വരീയതയാണ്, ഈശ്വരന്റെ മൂർത്തിമത് ഭാവമാണ്. അതാണ് നമുക്ക് ആവശ്യം. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ. എല്ലാം നാരായണന്റെ പ്രതിമയായി തീരണം. ആ സത്യം വെളിപ്പെടുത്തുന്നതാണ് സത്സംഗം. അത് സാധാരണക്കാർ നിങ്ങളോട് പറഞ്ഞു തരില്ല. ചിലർക്കൊരഭിപ്രായമുണ്ട്, നൈമിഷാരണ്യം സത്രശാലയിൽ വന്നാൽ അവിടെ കണ്ടമാനം എന്തൊക്കെയോ കാണണമെന്ന്. എന്തൊക്കെയാ കാണുന്നത്? ഇവിടെ കാണാനോ ജനങ്ങൾ വരുന്നത് അതോ കേൾക്കാനോ വരുന്നത്? ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കാം, കണ്ടോളൂ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ? സ്വാമിജി എന്തെങ്കിലും പറയുന്നൊരു വിചാരമുണ്ട്.
ഒരു 5 മിനിറ്റ്, പരമാവധി 10 മിനിറ്റ് സ്വാമിജിയോടുള്ള ബഹുമാനം കൊണ്ടോ ആദരവ് കൊണ്ടോ ഇവിടെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ ചന്തിയും കാണിച്ചൊരൊറ്റ പോകാവും. അപ്പൊ ഇവിടെ വരുന്നവർ കാണാനല്ല, ഇവിടെ വരുന്നവർ കേൾക്കാനാണ് വരുന്നത്. തത്വശ്രവണത്തിനാണ് ഇവിടെ വരുന്നത്. ആ ശ്രവണം കൊണ്ട് അവർക്ക് എന്ത് വേണമോ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ. ഭഗവാനെ തന്നെ ഉരുട്ടു, തൈര് കടഞ്ഞ് വെണ്ണ ഉരുട്ടുന്ന മാതിരി ആ ഉരുട്ടി എടുക്കൂ ഒരു മാങ്ങയോളം, എന്നിട്ട് വായിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കും. ശബ്ദം കൊണ്ട് ഭഗവാനെ ഉണ്ടാക്കി കർണപുടങ്ങളിലൂടെ ഉള്ളിൽ കൊണ്ടുപോയി ആ അകത്ത് നുണഞ്ഞങ്ങനെ നക്കി തുടയ്ക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതാണ് ഈ സത്രശാലയുടെ ആവശ്യം. ഇവിടെ വരുന്നത് മുഴുവനും സത്യം പരം ധീമഹി. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് പരമസത്യത്തെ നിങ്ങളുടെ ബുദ്ധിയിൽ താങ്ങി തലോടി നിർത്താൻ പറ്റണം. ഓഹോ, ഇതാണോ കാര്യം? ഈശ്വരനിൽ നിന്ന് 1/2 സെക്കൻഡ് പോലും എനിക്ക് അകൽച്ചയില്ല. എൻ്റെ ശരീരം ഈശ്വരനിൽ നിന്ന് എന്നെ വേറെടുത്തുന്നതല്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള വായു പുറത്ത് വ്യാപിച്ചു കിടക്കുന്നത് പോലെ ഈ വായുവിലും ശരീരത്തിലും പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം ഈ ശരീരത്താൽ ഭേദിക്കപ്പെടുന്നില്ല, അണകെട്ടി നിർത്തുന്നില്ല. സർവവ്യാപകമാണ്. ആകാശവല്ലേ പവിദൂരഗോഹം. ആകാശത്തിനെ പോലെ വ്യാപകമാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉണർവ്. ഈ ബോധത്തോടു കൂടി വേണം നിങ്ങളെല്ലാവരും പോവാൻ. താവത് കർമാണി കുർവീത ന നിർവിദ്യേത യാവത മത്കഥാ ശ്രവണാദൗവ ശ്രദ്ധ യാവന്ന ജായതേ. നിങ്ങളെ എല്ലാവരെയും ഇവിടെ കാണുമ്പോൾ ഭൂമാനന്ദ സ്വാമിജിക്കുള്ള സന്തോഷം, കൃതാർത്ഥത എന്താണെന്നറിയോ? ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ആളുകൾ പോരാന്ന്. എന്താ വിഷമം എന്നറിയോ നിങ്ങൾക്ക്? ആളുകൾ പോരാന്നുള്ളത്. സന്തോഷമോ കൃതാർത്ഥതയോ? ഇത്ര ജനങ്ങൾ ഈ തത്വകഥനം കേൾക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വരുന്നുണ്ടല്ലോ. ഈ വരുന്നതിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ മഹാഭാഗ്യമാണ്. എന്താ? നിങ്ങളുടെ പൂർവികർ ചെയ്തു കൂട്ടിയിട്ടുള്ള പുണ്യത്തിൻ്റെ ശേഖരമാണ് ഞാനിവിടെ കാണുന്നത്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള അധ്യാത്മമായിരിക്കുന്ന ഗഹനവും ആയിരിക്കുന്ന തത്വങ്ങൾ പറയുമ്പോൾ ആ ബാലവൃദ്ധം ജനങ്ങളെന്ന് പറയാം. ഇവിടെ പാമരന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അറിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പഠിച്ചവരുണ്ട്, പഠിപ്പ് കുറഞ്ഞവരുണ്ട്, പണക്കാരുണ്ട്, അതില്ലാത്തവരുണ്ട്, അഴകുള്ളവർ, ഇല്ലാത്തവർ, സ്വാധീനമുള്ളവർ, ഇല്ലാത്തവർ, പലതരത്തിലുള്ളവരാ ഇത് വന്ന് കേൾക്കുന്നത്. നിങ്ങളിവിടെ വരുത്തിക്കുന്നത് ആര്? എന്ത്? ഭാരതത്തിൻ്റെ പൈതൃകമാണ്. ഭാരതത്തിൻ്റെ പൈതൃക വൈഭവത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ ശരീരങ്ങളുടെ ഉള്ളിൽ ഒലിക്കുന്നുണ്ടല്ലോ, പ്രവർത്തിക്കുന്നുണ്ടല്ലോ രക്തധമനികൾ. അത് വെറും ചോര മാത്രമല്ല പ്രവഹിപ്പിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ഭാരതത്തിൻ്റെ അനശ്വര സംസ്കാരവും കൂടി വഹിച്ചാണ് അവർ നീങ്ങുന്നത്. അജ്ഞാനത്താൽ, അറിവില്ലായ്മയാൽ, വ്യാമോഹത്താൽ, ഭ്രമത്താൽ നിങ്ങൾ മിക്കവരും ഒരു പക്ഷേ അതറിയുന്നില്ല. എന്നാലോ ഞങ്ങളെപ്പോലെയുള്ളവർ അതറിയുന്നു. അപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭാരതാംബ, ഭാരത ജനനിയുടെ ആ സംസ്കാര വൈഭവമാണ് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നത്. വളരെ വലിയ സന്തോഷവും കൃതാർത്ഥതയുമാണ്. ഗ്രാമപ്രദേശത്തിൽ ചിലപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ പോയി സംസാരിക്കും. അവിടെ 1, 2, 3 ആൾക്കാരുണ്ടാവും. ഒരു സ്വാമിജിയെ വിളിച്ചൊന്ന് സംസാരിപ്പിക്കുക എന്ന് പറയുക. വെറുതെ അവരുടെ മനസ്സിൽ തോന്നുക. എന്നിട്ട് വരും, നിർബന്ധിച്ചാൽ പോവും. അവർ കഷ്ടപ്പെട്ട ഒരു നോട്ടീസൊക്കെ അടിച്ചുണ്ടാക്കി ഒരു മൈക്കൊക്കെ കൊണ്ടുവച്ച് ആരെ ഉത്സാഹിക്കാൻ 1, 2 പേരേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഒരു 200, 300, 400 ആൾ ടോർച്ചും മെഴുകുതിരിയും ഒക്കെ ആയിട്ട് വന്നിരുന്ന് അത് കേട്ടുപോകും. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെയുള്ളവരോട് സംസാരിക്കാറുണ്ട്. ഈ 10, 300 ആൾക്കാരെ ഈ ഗ്രാമത്തിൽ ഏതാണ്ട് സന്ധ്യയായതിനു ശേഷം ഇവിടെ കൊണ്ടുവന്നത് ആരാ? എന്തിൻ്റെ പേരിലാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവർക്ക് കിട്ടുന്നത് എന്താ? ഒന്നുമില്ല, അധ്യാത്മമായിട്ടുള്ള സത്യം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഗൗരവത്തോടു കൂടിയേ പറയുള്ളൂ, ആഴത്തോടു കൂടിയിട്ടേ പറയുള്ളൂ, അതർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി. അതിങ്ങനെ നത്തുപോലെ ഇങ്ങനെ കേട്ടിരിക്കും. ഇതെന്താണെന്നില്ല വൈഭവം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറയണത് കേട്ടിരിക്കില്ല, അധ്യാപകന്മാർ പറയണത് കൂടി കുട്ടികൾ കേട്ടിരുന്നു എന്ന് വരില്ല. അവിടെ നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ പരീക്ഷയിൽ പാസ്സാവില്ല. ഇവിടെ ഒരു പാസ്സാവലും ഇല്ല, ആർക്ക് വേണമെങ്കിൽ വരാം. അപ്പം ഇവരെ കൊണ്ടുവരുത്തുന്നത് എന്താ? നമ്മുടെ സംസ്കാരമാണ് കൂട്ടരെ, നമ്മുടെ പൈതൃകമാണതിൽ. ആ പൈതൃകത്തിൻ്റെ സിരകളാണ് നിങ്ങളിൽ എല്ലാവരിലും പ്രവഹിക്കുന്നത്. ശ്രീമദ് ഭാഗവതം എത്ര ഗഹനമായിട്ടുള്ളത്!
125 വയസ്സായ കൃഷ്ണനാണ് സമാന്തരമായ വയസ്സോടുകൂടിയ ഉദ്ധവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദ്വാരകയിലിരുന്ന് ഒരാളോട് പറഞ്ഞു, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാവനയുണ്ടോ നിങ്ങൾക്ക്? ഏതോ ഒരു കൃഷ്ണൻ കടലിലുയർത്തിയിട്ടുള്ള ദ്വാരകയിൽ തൻ്റെ ഭൃത്യനും ഭക്തനുമായിരിക്കുന്ന ഉദ്ധവന് പറഞ്ഞു കൊടുത്തു. അവർ രണ്ടുപേര് തമ്മിൽ നടന്ന ഒരു ഒറ്റ സംഭവമാണ്. ആ ഒറ്റ സംഭവത്തെ വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ എഴുതി അങ്ങോട്ട് വച്ചപ്പോ അതൊരു സംസ്കാരമായി തീർന്നു. അതൊരു പൈതൃക ഗംഗയായി തീർന്നു. ആ എഴുതിയതിൻ്റെ വൈഭവത്തിൻ്റെ പേരിലാണ് കുറച്ച് ആൾക്കാരത് വായിച്ചപ്പോൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടത്. ആ ഉൾക്കൊണ്ടവരത് പഠിച്ചു, അത് മനനം ചെയ്തു, അതിനെക്കുറിച്ച് ആലോചിച്ചു, അതൊരു നിഷ്ഠയാക്കി, ഒരു അനുധാവനമാക്കി തീർത്തു. അതിനുശേഷം അതിൽ പ്രാവീണ്യം വന്നതോടുകൂടി, അവർക്ക് സാഫല്യവും സൗഭാഗ്യവും ഉദിച്ചതോടുകൂടി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ തലമുറതോറും ഈ വിശേഷപ്പെട്ട പൈതൃക സ്ഥിരകളെ നിലനിർത്തിപ്പോന്നിട്ടുള്ളതായ വിശേഷപ്പെട്ട ഒരു ജനതയാണ് ഈ ഭാരതജനയുടെ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും വിചാരിക്കും, നിങ്ങൾക്കൊക്കെ ഒരു പിച്ചയായിട്ടുള്ള മനസ്സാണ്, അല്പമായിട്ടുള്ള മനസ്സാണ്. നമ്മുടെ രാജ്യം സമ്പത്തിനല്ല പേര് കേട്ടത്, നമ്മുടെ രാജ്യം വെട്ടിപ്പിടിക്കുന്നതിനല്ല പേര് കേട്ടത്. ശ്രീരാമൻ ചെന്നു എവിടെ? ലങ്കയ്ക്ക്. എന്തിനു വേണ്ടി ചെന്നു? ആക്രമിക്കാനല്ല. സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ പേരിലാണ് ശ്രീരാമൻ അങ്ങോട്ട് ചെന്നത്. രാവണൻ കൊണ്ടുപോകുന്ന സമയത്ത് ജടായു എതിർത്തു. നിങ്ങൾക്കിതൊക്കെ കേൾക്കണമാവോ? ജടായു എതിർത്തു. അവസാനം ജടായുവിൻ്റെ 2 ചിറകും വെട്ടി മഹാഭാവം താഴത്ത് വീണു. ആ തിരക്കിൽ രാവണന് രഥവും കൊണ്ട് താഴത്ത് ഇറങ്ങേണ്ടി വന്നു. ആ ഇറങ്ങി കിട്ടിയെന്ന് കണ്ടപ്പോൾ സീത ഓടിച്ചെന്ന് ഒരു മരത്തിനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കെട്ടി അങ്ങോട്ട് പിടിച്ചു എന്ന്. വേറെ എന്താ പാപം ആ സീത ചെയ്യുക? അപ്പോൾ രാവണൻ വാ എൻ്റെ കൂടെ, പറ്റില്ല അവിടെ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല, പിടിച്ചങ്ങോട്ട് വലിച്ചു. അത്രേ, കെട്ടുന്ന് പിടിയിക്കാൻ. ആ സമയത്ത് ബ്രഹ്മാവ് കൈകൊട്ടി ചിരിച്ചു എന്നാ പറയണത്. എൻ്റെ ഉദ്ദേശം നടന്നു. എന്താണ് ഉദ്ദേശം? രാവണനെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിപ്പിക്കണം. അപ്പം അതിനൊരു പരിഹാരത്തിന് അർഹതയായി അവിടെ. ഇനി ശ്രീരാമൻ അവിടെ ചെന്നോളും, ഈ രാവണവധം നടത്തിക്കോളും എന്ന് ബോധ്യം വന്നു. ഓണം വരാൻ ഒരു മൂലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് അവിടെ നടന്നത്. ശ്രീരാമൻ അവിടെ ചെന്നു, രാവണവധം കഴിഞ്ഞു. ഉടനെ സീതയെയും കൊണ്ടുവരാൻ തീരുമാനിച്ച് അഗ്നിപ്രവേശത്തിന് വട്ടം കൂട്ടി. വിഭീഷണ നീ ഇവിടെ ഇരിക്കണം രാജാവായി. അവിടുന്ന് 1 കിലോ സ്വർണ്ണം എടുക്കാതെയാ പോയത്. നിങ്ങളാണെങ്കിലോ? സ്വർണ്ണലങ്കയത്. നിങ്ങളാണെങ്കിൽ വണ്ടി, വലിയ ഫ്രൈറ്റ് കാരിയറൊക്കെ ഏർപ്പെടുത്തിയിട്ട് അതൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും. ഒരു പൊട്ടുപോലും സ്വർണ്ണമെടുക്കാതെ വിഭീഷണനെ ലങ്കയിൽ രാജാവാക്കി വാഴിച്ചതിന് ശേഷം തൻ്റെ പത്നിയെ മാത്രം കൊണ്ടാണ് മടങ്ങിയത്. ഭാരതം പുറത്തുപോയി പടവെട്ടിയിട്ടില്ല. ഒറ്റ പടവെട്ടിയത് ശ്രീരാമൻ ലങ്കയിലേക്കാണ്. അതും കാരണം സീത അപഹരിക്കപ്പെട്ടതിൻ്റെ പേരിലാണ്. ആ കാര്യം മാത്രം നിർവഹിച്ച ആ പൊന്ന് രാമചന്ദ്രൻ മടങ്ങി വന്നു. നമ്മുടെ രാജ്യത്തുണ്ടായ അതിഭയങ്കരമായ യുദ്ധമാണ് എന്ത്? തൃശിരസ് എല്ലാവരും കൂടിയിട്ട് 14,000 രാവണന്റെ പടകൾ അവിടെ ജനസ്ഥാനത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം ആക്രമണത്തിന് പുറപ്പെട്ടത്. അവരാദ്യം ആക്രമിക്കാൻ തീർച്ചയാക്കിയത് ദണ്ഡകാരണ്യമാണ്. എന്താ ദണ്ഡകാരണ്യം? അവിടെയാണ് തപോധനന്മാരും മഹർഷിമാരും തപസ് ചെയ്യുന്നത്. ആ തപസ് ചെയ്യുന്ന സ്ഥലത്തിനെ വെട്ടിപ്പിടിച്ചാലേ ഭാരതത്തിന് കീഴടക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഡൽഹിയിൽ ആക്രമിച്ച് കീഴടക്കിയത് കൊണ്ട് ഭാരത ജനതയെ കീഴടക്കലായില്ല. പലരും പരിശ്രമിച്ചു വിദേശാധിപത്യത്തിൻ്റെ പേരിൽ. നമ്മുടെ സംസ്കാര സിരകൾ ഇപ്പോഴും സുശക്തമാണ്. അതിനെ മങ്ങലേൽപ്പിക്കാൻ ലോകത്തിലുള്ള ഒരു ദൃശ്യശക്തിക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ ഭഗവത്ഗീത എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രചാരമാണ് അതിനിപ്പോ. നമ്മുടെ ഉദ്ധവഗീത പലർക്കും അറിയാം. യോഗവാസിഷ്ഠ രാമായണം പലർക്കും അറിയാം. കേട്ടവരതിൻ്റെ വൈഭവത്തിൽ ആണ്ടങ്ങനെ മുങ്ങിപ്പോവാണ്. എല്ലാവരും എന്നോട് പറയണത്, സ്വാമിജി 20 കൊല്ലം മുൻപ് ഞങ്ങൾക്കിത് മനസ്സിലാകാത്തത് എന്തേ, ഒന്ന് പറയാമായിരുന്നില്ലേ എന്നാണ്. അതാണ് നമ്മുടെ പ്രതികരണം. അപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കൃതാർത്ഥതയുമുണ്ട്. എന്താ? നമ്മുടെ പൈതൃകം ഫലവത്താണ്, ആനന്ദകരമാണ്. ആ
ആകർഷകമാണ്, ആഹ്ലാദകരമാണ്, രമ്യമാണ്, ആലോചനാവഹമാണ്. ഉത്സാഹവും ഊക്കും ഉണർവും ശേഷിയും ക്ഷേമുഷിയും എല്ലാം തന്നെ നൽകുന്നതാണ് ഈ പൈതൃകം എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയല്ലോ, അതിന് വേദി ഒരുക്കാൻ നമുക്ക് സാധിച്ചുല്ലോ എന്ന്. ഇതാണ് നമ്മുടെ കൃതാർത്ഥത. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണത്? മത് കഥാശ്രവണാദൗവ ശ്രദ്ധായാവന്നജായതേ. നിങ്ങളുടെ മനുഷ്യജന്മം സഫലമാകാൻ പോകുന്നത് വീട്ടിലിരുന്ന് കഥ പറഞ്ഞത് കൊണ്ടോ ന്യൂസ് പേപ്പർ വായിച്ചത് കൊണ്ടോ അല്ല 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 ഈശ്വര കഥകൾ, തത്വകഥനങ്ങൾ, അത് കേൾക്കാനുള്ള ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൽ എന്ന് ജനിച്ചു, അന്നാണ് നിങ്ങളുടെ മനുഷ്യത്വം പൂവണിയാൻ പോകുന്നത്. അതുവരെയില്ല. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. താവത് കർമാണി കുർവീത, ലൗകികവും ദൈവികവുമായിരിക്കുന്ന കർമ്മങ്ങൾ. ദൈവിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ ദൈവികമായി നിങ്ങൾ ചെയ്യുന്നുണ്ടോ, വൈദികാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഉപനയനത്തിൽ നിന്ന് തുടങ്ങി അഗ്നിഹോത്രാദികൾ, സന്ധ്യാവന്ദനം, അങ്ങനെ അങ്ങോട്ട് പ്രതിദിനം ചെയ്യേണ്ട നിത്യകർമ്മമുണ്ട്, നൈമിത്തിക കർമ്മമുണ്ട്, വിശേഷാൽ കർമ്മമുണ്ട്, ഉത്തരായന ദക്ഷിണായനങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പലതുമുള്ള കർമ്മങ്ങൾ, അതൊക്കെ അവിടെ നിർത്താം. ലൗകിക കർമ്മങ്ങളുടെയും ആവശ്യം വരില്ല. എങ്ങനെയാണെങ്കിൽ നിർവേദം, വൈരാഗ്യം വരുമ്പോൾ. അപ്പം മനസ്സിന് വൈരാഗ്യം ഉദിക്കുന്നതാണ് ഇതിന് പ്രമാണം. ആ വൈരാഗ്യം അല്ലെങ്കിലോ മത്കഥാശ്രവണാദൗവ ശ്രദ്ധ യാവന്നജായതേ. വൈരാഗ്യം വേണ്ട. ഭഗവത് കഥകൾ കേൾക്കാനുള്ള രതി, സന്തോഷം, രുചി, അഭിലാഷം, അതിനുള്ള ഒരു ആഭിമുഖ്യം, പ്രതിബദ്ധത, അത് മനസ്സിൽ ജനിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഒരു കർമ്മങ്ങളെയും കുറിച്ച് ആലോചിക്കേണ്ട. വേദങ്ങളല്ല, ശാസ്ത്രങ്ങളല്ല, ഉപനിഷത്തുക്കളല്ല, സ്മൃതി പുരാണങ്ങളല്ല, ഇതിഹാസങ്ങളല്ല. എവിടെയോ വിധിച്ചോട്ടെ, ആ വിധി നിഷേധങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നില്ല. ഭക്തി എന്ന് പറയുന്നത് അത്ര വിശേഷപ്പെട്ടതാ. അത് സ്വയം ഒരു ധർമ്മമാണ്, അത് പൂർണ്ണധർമ്മമാണ്. ആ ഭക്തി അനുഷ്ഠാനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സാഫല്യവും മനുഷ്യജീവിതത്തിൽ കൈവരും. ഞാൻ പറഞ്ഞല്ലോ, യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. എപ്പോഴാണോ നമുക്ക് രജോ ഗുണം ഉപശമിച്ച് വൈരാഗ്യം വരുന്നത്, ആ സമയത്ത് കടന്നോളൂ. അവിടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, കുട്ടികള്, ഈ ചോദ്യങ്ങളൊന്നുമില്ല. ആ കൃഷ്ണൻ പുല്ലാങ്കുഴൽ അങ്ങോട്ട് വിളിച്ചപ്പോ എന്തുണ്ടായി? തന്നെ ഭർത്താവായി കിട്ടണം എന്ന് വിചാരിച്ചു കുമാരികൾ കാത്യായനി വ്രതം അനുഷ്ഠിച്ചപ്പോ വസ്ത്രം കൊണ്ടുപോയില്ലോ. ആരുടെയാ കൊണ്ടുപോയത്? തന്നെ ഭർത്താവായി കിട്ടണം എന്ന് വിചാരിച്ചവരുടെ വസ്ത്രമാണ് കൊണ്ടുപോയത്. അതിന് ഭർത്താവിന് അധികാരമില്ലേ? എന്താ മിണ്ടാത്തെ? ഉണ്ടെന്നോ ഇല്ലയെന്നോ? അതാ കൊണ്ടുപോയത്, ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ സമയം ചെലവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ലാങ്കോഴൽ വിളിച്ചത്. അതിൻ്റെ കൂട്ടത്തിലോ മുതിർന്നവരും പ്രസവിച്ചവരും എല്ലാവരും കുറേ പേര് ഓടിപ്പോയി. അതെങ്ങനെയാ ഓടിയത്? മുല കൊടുക്കുന്ന കുട്ടികളെ വിട്ടുപോയി. പാലടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് അത് അടിയിൽ പിടിക്കുമോ എന്ന് വിചാരിക്കാണ്ട് അത് വിട്ടുപോയി. ശരീരം അലങ്കരിക്കുന്നവര് ഒരു കണ്ണിൽ മഷി എഴുതിയിട്ടുണ്ട്, മറ്റേ കണ്ണിൽ എഴുതാതെ പോയി. ഇങ്ങനെ ചീകുന്നവരത് ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ഓടി. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. എപ്പോഴാണോ മനസ്സിന് വൈരാഗ്യം തോന്നുന്നത്, ആ സമയത്ത് വിട്ടുപോവുക. അതിലെങ്ങാണ്ട് ഒരു സ്ത്രീ പോകുമ്പോൾ ബലായിട്ട് പിടിച്ചു നിർത്തിയപ്പോൾ എന്തുണ്ടായി? ഭർത്താവിൻ്റെ അധികാരം കാണിച്ചു. നീ പോവരുത്, നിന്നെ ഞാൻ ഇട്ട് പൂട്ടും. പൂട്ടിക്കോളൂ, എൻ്റെ ശരീരത്തിനല്ലേ പൂട്ടാൻ പറ്റുള്ളൂ. കൃഷ്ണ വാതിൽ തുറക്കുമ്പോൾ അവിടെ ശരീരമേ ഉള്ളൂ, ആളില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അബദ്ധമൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയുള്ള അബദ്ധമൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഈശ്വരാഭിമുഖമായി പോണു എന്ന് കണ്ടാൽ സമാധാനിച്ച് സന്തോഷമായിട്ട് നല്ലോണം പോലെ പറഞ്ഞയക്കൂ. ഒരു അനുനയിപ്പിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നിങ്ങൾ ബലാൽ എൻ്റെ ബലം കാണിച്ച് ഞാൻ അച്ഛനാണ് നിന്നെ പൂട്ടും ഹാ ഹൂ എന്നുള്ള ഉഗൊന്നും ഈശ്വരൻ്റെ മുൻപിൽ എടുക്കണ്ട. സർവ്വ പടവും താഴ്ത്തിക്കോളൂ. കാളിയന്മാരായി നിങ്ങൾ ഒരൊറ്റ വീട്ടിൽ ജീവിക്കരുതെന്ന്. അരുത്. ധ്രുവനായിട്ട് ജീവിച്ചോളൂ, പ്രഹ്ലാദനായിട്ട് ജീവിച്ചോളൂ, കാളിയനായിട്ട് ജീവിക്കരുത്. ഒരു കാര്യവും നിങ്ങൾ വേണ്ടാതെ പുറപ്പെട്ടു പോകരുത്. വലിയ അബദ്ധമാണത്. ഒരു കുട്ടിയെങ്ങാനും ഈശ്വരൻ്റെ പുറകെ പോവാൻ പുറപ്പെട്ടാൽ നിങ്ങൾ എത്ര കൃതാർത്ഥതയാ. പ്രഹ്ലാദനോട് എന്താ പറഞ്ഞത് നരസിംഹം? 21 തലമുറ മുൻപിലും പിൻപിലും നിന്റെ കുടുംബം, നിന്റെ പാരമ്പര്യം,
ദാ പവിത്രമായി കഴിഞ്ഞു. ഒരച്ഛൻ്റെ കാര്യം മാത്രമല്ല, 21 തലമുറ മുൻപും പിൻപും. ഈ ഭാഗ്യം നിങ്ങൾക്ക് ആർക്കും വേണ്ടേ? എത്ര ആളുണ്ട് വേണമെന്ന് പറയാൻ? മുഴുവനുമില്ല. നമ്മുടെ സത്രശാല സഫലമായില്ല. കണ്ടോ ആ ഈഷല്, ആ മനസ്സിലുള്ള ഉണ്ട്രക്കരി, ആ ഉണ്ട്രക്കരി അവിടെ കിടക്കുകയാണത്. പറയണത് തെറ്റായിക്കോട്ടെ, എന്നാലും ഉണ്ടെന്നൊന്ന് പറഞ്ഞുകൂടെപ്പാ? ഈശ്വരനെ കുറേശ്ശെ കട്ടാപ്പ് എന്താ വിരോധം? മുതല് കക്കാൻ പോണ്ട, ഈശ്വരനെ കുറച്ച് കക്കാം, വല്ല വിരോധമുണ്ടോ? കണ്ടോ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കണത്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ, ഒന്ന് മനസ്സിലാക്കൂ. അപ്പൊ ഈശ്വരന്റെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വൈരാഗ്യം വരുന്നതിന് തുല്യമാണ്. അതാണ് ഗോപികൾ എല്ലാവരും എല്ലാ ജോലികളെയും വിട്ട് ഓടി കൃഷ്ണന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെന്നത്. അങ്ങനെ ചെന്നപ്പോൾ എന്തുണ്ടായി? രാത്രി സമയം ചെലവ് ചെയ്ത് പ്രഭാതത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിന് മുൻപ് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഇവർ കൂട്ടാക്കിയില്ല. എന്നാലും കൃഷ്ണൻ പറയുമ്പോൾ കൂട്ടാക്കാതെ പറ്റില്ലല്ലോ, അനുനയിപ്പിച്ച് പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ചപ്പോൾ വീട്ടിലുള്ളവരെ, കുമാരിമാരെ പറ്റി കംപ്ലൈൻ്റ് ഇല്ലെങ്കിലും ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് എന്താ ഉണ്ടാവാൻ പോണേ? വേദവ്യാസ മഹർഷി യോഗമായ കൈക്കൊണ്ടാണ് ഈ രാസക്രീഡയ്ക്ക് ഒരുങ്ങിയത് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യോഗമായെ സ്വീകരിച്ച്, അതുമാതിരി യോഗമായ പ്രയോഗിച്ച് കൃഷ്ണൻ എന്ത് ചെയ്തു? ആരാരെല്ലാം തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബം ഉപേക്ഷിച്ച് വന്നുവോ അവർക്കുള്ള കംപ്ലൈൻ്റ് ആരാ? അവരെ സംബന്ധിച്ച കംപ്ലൈൻറ്റ് ഭർത്താക്കന്മാർക്കാണ്. ഭർത്താവ് നോക്കുമ്പോൾ അവരവരുടെ ഭാര്യമാരൊക്കെ അതേ സ്ഥലത്ത് അവിടെയുണ്ട്. അപ്പോൾ പിന്നെ ആർക്കാ കംപ്ലൈൻറ്റ്? അപ്പോൾ ഒരു ചോദ്യം വരണു, ഈ കൃഷ്ണൻ വിളിച്ചതും കൂടെ കഴിഞ്ഞതും ആരുടെ കൂടെയാ? ശരിയായിട്ടുള്ള ഈ വീട്ടമ്മമാരുടെ കൂടെയോ അതോ നക്കലോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളവരോന്ന് വേദവ്യാസർ തന്നെ വന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ശാസ്ത്രം പഴുതില്ലാത്തതാണ് കൂട്ടരെ, പഴുതില്ലാത്തതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്പബുദ്ധികളോ കാമപൂരിതമായ ബുദ്ധിയോട് കൂടിയവരോ അല്ല ഇത് എഴുതിയിട്ടുള്ളത്. അവരുടെ മുഖത്തിൽ നിന്നോ അവരുടെ ഹൃദയത്തിൽ നിന്നോ സാധാരണ അങ്ങനെ തെറ്റൊന്നും വരില്ല. അവരെഴുതി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വലിയ ഒരു സംഭാവനയാണ്, വലിയ ഒരു നിധിയാണ്, ഒരു സമ്മാനമാണ്. നിങ്ങളെ കൊണ്ടാവില്ല ഇതൊന്നും. അപ്പം ഇങ്ങനെയുള്ളതൊന്ന് വായിച്ചിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് പവിത്രമാകട്ടെ, ദിവ്യമാകട്ടെ, സന്തോഷ സാഗരത്തിൽ ആറാടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. മനുഷ്യരധികം പേരും കാമം അതിൽ കിടന്ന് എന്തും ചെയ്യാൻ തിരക്കുള്ളവരാണ്. ഈ സാധനം ഉന്തിയാലും തള്ളിയാലും പോവില്ല, ശരീരത്തിൽ നിൽക്കുന്നത്. 60-80 വയസ്സായവർക്കും ഉണ്ട് മനസ്സിലെങ്കിലും ഈ ചെകുത്താൻ. ഏത് ചെകുത്താൻ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ആ ചെകുത്താൻ പോവാൻ എന്താ വഴി? രാസപഞ്ചാധ്യായി വായിക്കുക. ശ്രീമദ് ഭാഗവതത്തിലുള്ള 5 അധ്യായങ്ങളാണ് ഈ വക കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. അതിങ്ങനെ വായിക്കൂ. ഒരു 100 തവണ, ഒരു 12 തവണ, ഒരു 21 തവണ വായിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളില് കാമം കപൂം. ഭൗതിക മനുഷ്യൻ ദിവ്യ മനുഷ്യനായിത്തീരും. ലംപടൻ പവിത്ര ഹൃദയനായിത്തീരും. ശാസ്ത്രത്തിന് വലിയ ശക്തിയാണ്, വലിയ പ്രഭാവമാണ്. രാസപഞ്ചാധ്യായി എന്നാ അതിന് പറയുക. 5 അധ്യായങ്ങളാണതിന്. അതിൽ മുഴുവൻ പറഞ്ഞുള്ളത് എന്താ? ഈ മാതിരി കാര്യങ്ങളൊക്കെ കൃഷ്ണനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ആ കൃഷ്ണൻ എങ്ങനെ? ആത്മന്യവരുദ്ധ സൗരത എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ സ്ത്രീകളോടുകൂടി ലൈംഗികമായ ഒരു തരത്തിലുള്ള വീഴ്ചയിലും ഇടപെട്ടിട്ടില്ല. തൻ്റെ ശരീരത്തിലുള്ളതായ ആ വൈറ്റൽ ഫ്ലൂയിഡ് എന്ന് പറയുമല്ലോ, രേതസ്, അത് വന്ന പോലെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. അവർക്ക് പ്രായം കൂടിയത് കൊണ്ട് കൃഷ്ണനോടൊരു കാമം തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ കൃഷ്ണന് അവരോട് തോന്നിയത് ശുദ്ധ നിർമ്മലമായ പൂനിലാവ് പോലെയുള്ള സ്നേഹമാണ്. എന്നിൽ പ്രയോഗിക്കുന്ന കാമം മുഴുവനും പരിശുദ്ധമാവുകയുള്ളൂ. നിങ്ങൾ മനുഷ്യരിൽ കാമം പ്രയോഗിക്കുമ്പോഴാണ് ലംബടത്വം വരുന്നത്. അതേ കാമം നിങ്ങൾ ഈശ്വരനോട് പ്രയോഗിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും. അതുകൊണ്ട് ഇതൊക്കെ ഗ്രേറ്റ് സൈക്കോളജിക്കൽ ഫാക്ട്സ്, ട്രൂത്ത്സ്. അതാണ് ഇത് മുഴുവനും മഹത്തായിട്ടുള്ളത്. മത്കഥാശ്രവണാദൗവ ശ്രദ്ധ യാവന്ന ജായതേ.
അപ്പം എൻ്റെ കഥകളോട് അത് കേൾക്കണം എന്നുള്ള ശ്രദ്ധ, ഇതാണ് മനുഷ്യ ജീവിതത്തിൽ സാഫല്യം, സൗഭാഗ്യം അണയ്ക്കാനുള്ളത്. അതോടുകൂടി സർവകർമ്മങ്ങളും ഭാണ്ഡം കെട്ടി വയ്ക്കാം. സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ 3 വാസനകളാണത്രേ പ്രബലമായിട്ടുള്ളത്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയാണ്, ലോകവാസനയാ ജന്തോ ശാസ്ത്രവാസനയാപിജ ദേഹവാസനയാ ജ്ഞാനം യഥാവന്നൈവ ജായതേ. ഞാനിതൊക്കെ പറയണോ? വിസ്തരിച്ച് പറയണോ? അതോ ഓടിപ്പോണോ? ലോകവാസനയാ ജന്തോ ശാസ്ത്രവാസനയാപിജ ദേഹവാസനയാ ജ്ഞാനം യഥാവന്നൈവ ജായതേ. ഈ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, ഭക്തി, പരാഭക്തി, ശരിയായിട്ടുള്ള ധർമ്മം, മോക്ഷം, ഇങ്ങനെയുള്ളതുണ്ടല്ലോ. ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് നമ്മൾ എത്ര തവണ കേട്ടാലും ആ കേട്ടത് മനസ്സിൽ ഉറക്കണില്ല. എന്നോട് ചിലർ പറയുന്നുണ്ട്, സ്വാമിജി ഒക്കെ പറയണു, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, കേട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. അതെന്താ അതിന് കാരണം? നമ്മുടെ മനസ്സിൽ 3 വാസനകൾ. വാസന എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ രൂപത്തിൽ ബലവത്തായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശകൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ. അതാണ്. അതേതാ? ലോകവാസനയാ ജന്തോ. ലോകം. ഈ ലോകത്തിൽ എനിക്കൊരു പേരുണ്ടാവണം, പ്രസിദ്ധി വേണം, എനിക്ക് 10 ആൾ കണ്ടാൽ എന്നെ ബഹുമാനിക്കണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പോകണം. ബഹുമാനത്തിന് വേണ്ടി പണം കൊടുത്ത് ബഹുമാനം മേടിക്കുന്നവർ. എന്തെങ്കിലും ക്ഷേത്രത്തിന് വഴിപാട് കഴിക്കുമ്പോൾ വഴിപാട് എന്നാണ് അതിന് പറയുക. എന്താ ഈ വഴിപാട്? ഞാൻ ഡിക്ഷണറിയിൽ നോക്കിയപ്പോൾ ഒരർത്ഥവും കാണുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിടുന്ന ഒരാളല്ല. വഴിപാട്, വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യർ നടക്കുന്നതാ. അതിൽ വാഹനങ്ങളും പോവാം, മൃഗങ്ങളും പോവാം, 2 ചക്രം, 3 ചക്രം, 4 ചക്രമൊക്കെ പോവാം അവിടെ. അപ്പം എല്ലാവർക്കും പോകാനുള്ളതാ വഴി. അപ്പം ആരെങ്കിലും അവിടെ പോയി എന്നുണ്ടെങ്കിൽ അതിനൊരു പാടുണ്ടാവുമോ? എന്താ മിണ്ടാത്തെ? നിങ്ങളൊരു കാലടി വെച്ചാൽ അതിനൊരു പാടുണ്ടല്ലോ അവിടെ. അപ്പം എന്ത് പോയാലും അവിടെ പാടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു പാട് ഇന്ന ആളുടെ ആണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അതുപോലെയാണ് ക്ഷേത്രത്തിൽ ഈശ്വരന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ. കൊരവൻകോഴി നാരായണൻകുട്ടൻ എഴുതി വയ്ക്കൂന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത്. ഭഗവാന് കൊടുക്കുന്ന സമയത്ത് മിണ്ടരുതെന്ന്. കൊടുക്കുക, അത് ഞാൻ തരാം, പക്ഷേ എഴുതി വയ്ക്കണം. ഇപ്പോൾ ഒക്കെ സ്പോൺസർഷിപ്പ് യുഗ. ഒരാൾ പറയുക, അതെ 5000 ഉറുപ്പിക ഞാൻ തരാം. ഒരു കമ്മിറ്റിക്കാരൻ എന്നോട് പറഞ്ഞതാ. പക്ഷേ എൻ്റെ പേര് മുമ്പിൽ വേണമെന്ന്. ആയിക്കളയാന്ന് പറഞ്ഞു, മുമ്പിൽ വെച്ചു, 5000 ഉറുപ്പിക മേടിച്ച് അവരെ പോയി. ഈ പറഞ്ഞതാരാ? അത്രയൊന്നും കാശില്ലാത്ത ആളാണ്. ഒരു പണക്കാരന് 5000 കൊടുക്കുകയാണെങ്കിൽ കൊള്ളാം. ഇത് സാധാരണ ഒരു ചെറിയ സമ്പാദ്യത്തിൽപ്പെട്ട ആളാണ്. അപ്പം മനുഷ്യർക്ക് ഈ ലോകത്തിൽ പേര് വേണം എന്നൊരു വിചാരം ഉണ്ടല്ലോ, ഇത് വലിയൊരു അന്ധതയാണ്. ആ ലോകത്തിനോടുള്ള വാസന, ലോകവാസനയാ ജന്തോ. ഇപ്പം ഞങ്ങൾ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നുണ്ട്. ഞാൻ മുമ്പിലും നിങ്ങളോട് പറയണ്ടായി, ഒരു തരത്തിലും ഒന്നിനെയും ഉദ്ദേശിച്ചല്ല അത് നടത്തുന്നത്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് പവിത്രമാവണം, ഈശ്വരാനുഗ്രഹകരമായിരിക്കണം. ഇവിടെ വരുന്നവരെ അച്ചടക്കത്തോടുകൂടി പെരുമാറണം, ശ്രദ്ധയോടുകൂടി അവരിത് വരണം. നമ്മൾക്ക് പണം ആരുടെ അടുത്തും പോയി ചോദിക്കാൻ ഇടവരരുത്. എനിക്ക് ഈശ്വരനോട് പറയാനുള്ളത്, ഒരിക്കലും എരപ്പാളിയാക്കി എന്നെ നടത്തരുതേന്നാണ്. ഞാൻ എരപ്പാളിയായാൽ ദൂഷ്യം അങ്ങയ്ക്ക. ഈ ഭൂമിയിലുള്ള സ്വത്താണ് എല്ലാവരുടെ കയ്യിലും ഉള്ളത്. കൃഷി ചെയ്തിട്ടോ കുഴിച്ചെടുത്തിട്ടോ ഉള്ളതാ. ഞാനിത് മുമ്പും പറയാറുണ്ട്, നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. ഈ ഭൂമിയെപ്പോലെ അടുത്ത വേറെ ഒരു ഭൂമി ഉണ്ടെന്നാണ് പറയണത്. ഇതിനെ മുഴുവൻ പേറി നടക്കുന്നവനാണ് ആര്? ഈശ്വരൻ. ആ ഈശ്വരനെയാണ് ഈ സ്വാമിജി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനെ പൂജിക്കണ്ട, എനിക്ക് അദ്ദേഹത്തിനെ സ്തുതിക്കണ്ട, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും വേണ്ട. ഞാൻ പറയും, പലരും പ്രാർത്ഥിച്ച് തലവേദനയുണ്ടാക്കണോ ഭഗവാനെ അങ്ങയ്ക്ക്? അതിലൊരു മൊട്ടത്തലയെങ്കിലും ഉണ്ടാവട്ടെ. മൊട്ടത്തലയൻ, ഒരു പ്രാർത്ഥനയും തലവേദനയും തരാത്ത ആള്. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണു? ഭഗവാൻ എപ്പോഴും എൻ്റെ പിന്നാലെ വരിക. ഇതൊരു രഹസ്യ. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഭഗവാനെ വിളിക്കാത്തതിൻ്റെ പേരിൽ, ആശ്രയിക്കാത്തതിൻ്റെ പേരിൽ, ആവശ്യപ്പെടാത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ആൾ ലോകത്തിൽ അപൂർവ. നോക്കി നടക്കുകയാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം
അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭിഃ. അങ്ങനെ നിരപേക്ഷനായിരിക്കുന്ന ഒരു മഹാമുനി ഉണ്ടെങ്കിൽ ആ ആളുടെ പിന്നാലെ ഞാൻ പോകുന്നു ഉദ്ധവ. എന്തിനു വേണ്ടി? ആ ആളുടെ ആ തൃപ്പാദങ്ങളുടെ പൊടിയേറ്റ് എൻ്റെ ശരീരം ശുദ്ധമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നാലെ പോകുന്നു. കേൾക്കണുണ്ടോ കൂട്ടരെ? നിങ്ങൾക്ക് അങ്ങനെ ഒരാളായിക്കൂടെ? ഈ എരപ്പാളി ആവണത് എന്തിനാ? ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഹേ ഹേ എന്ന് പറയുക. വസുദേവൻ അവിടെ ചെന്നിട്ട് എനിക്ക് പുത്രനായി ജനിക്കണം എന്ന് പറഞ്ഞു മഹാവിഷ്ണുവിനോട്. പാവം പുത്രനായി ജനിച്ചു. ഒരു നോക്ക് കാണാനോ കെട്ടിപ്പിടിക്കാനോ മടിയിൽ വയ്ക്കാനോ പറ്റാതെ കാലം കഴിഞ്ഞു. സർവ്വ ആൾക്കാർക്കും മോക്ഷവും ആനന്ദവും ഉണ്ടാക്കി കൊടുത്തു തൻ്റെ പുത്രൻ. തനിക്കൊട്ട് കിട്ടിയതുമില്ല. എന്താ മകനാണെന്ന് വിചാരം. അവിടെ ചെന്ന് ചമ്പ്രം പിടിഞ്ഞിരുന്ന് നമസ്കരിച്ച് ചോദിക്കാൻ തോന്നൂ? രക്തപിതാവിന് തോന്നില്ല. ആ വക പൊല്ലാപ്പിനൊന്നും നിങ്ങൾ പോവരുതേ, അരുതേ. ഭഗവാൻ സർവജ്ഞനാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെന്ന് ഓരോ ഓർമ്മക്കുറിപ്പും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ വേണമെങ്കിൽ. ഭഗവാൻ ഓർമ്മക്കുറിപ്പ് വേണ്ട. എനിക്ക് 2 മക്കളുണ്ട്. അതിലൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. നാളിങ്ങനെ നീങ്ങിപ്പോണു. അതുകൊണ്ട് മഹാവിഷ്ണു അങ്ങ് എന്താ ഈ ഉറങ്ങണേന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ അറിയുന്നതിന് മുൻപ് അദ്ദേഹം അറിഞ്ഞു കാണും. അങ്ങനെ സമഗ്രമായിരിക്കുന്ന ഒരു ഭക്തിയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഈ പിച്ച ഭക്തിയല്ല, ഈ കീറലും പോറലുമായിട്ടുള്ള ഭക്തിയല്ല. ഹൃദയം ശുദ്ധ നിർമ്മലമാകട്ടെ, ശുദ്ധ നിർമ്മലമാകട്ടെ, താമരപ്പൂ ആകട്ടെ. ആ താമരപ്പൂവിൽ തനിയെ മഹാവിഷ്ണു വന്ന് ആസീനനായിക്കോളും. ലോകവാസനയാ ജന്തോ ശാസ്ത്രവാസനയാപിച്ച. പിന്നെ ശാസ്ത്രം, എത്രയോ ശാസ്ത്രങ്ങളുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ യത്സാരഭൂതം തദുപാസിതവ്യം ഹംസൈർയഥാ ക്ഷീരമിവാംബുമിശ്രം. നമുക്കുള്ള ശാസ്ത്രങ്ങൾ എത്രയോ ഉണ്ട്, എത്രയോ ഉണ്ട്. ആ ഉള്ള ശാസ്ത്രങ്ങൾ മുഴുവൻ വായിക്കാൻ ലോകത്തിൽ ഒരാൾക്കും ശക്തി ഉണ്ടാവില്ല. നമുക്ക് ജീവിതം കാലവും പോരാ. ബഹുവേദിതവ്യം, അറിയാൻ കുറേ അധികമുണ്ട്. സ്വൽപശ്ച കാലോ, നമുക്കുള്ള കാലാവധി. അതിൽ ശാസ്ത്രം വായിക്കാനായിട്ട് 10 കൊല്ലം കിട്ടിയാൽ വലിയ മെച്ചായി. ബഹവശ്ച വിഘ്നാഃ, തടസ്സങ്ങൾ അനവധി. അതുകൊണ്ട് എന്തു വേണം? യത് സാരഭൂതം തദുപാസിതവ്യം. അതിൽ സാരാംശമായിട്ട് എന്തോ അതങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ഉപാസിക്കുക. ഹംസൈർയഥാ ക്ഷീരമിവാംബുമിശ്രം. പാലും വെള്ളവും കൂടി കൊടുത്താൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്ന മാതിരി ഇതാ എല്ലാം. അങ്ങനെയുള്ള രഹസ്യങ്ങളും സാരാംശങ്ങളുമാണ് ഭൂമാനന്ദ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഓരോ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയൊന്നാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭിഃ. ഭക്തിക്കും ഭക്തനും ഇങ്ങനെ വിശേഷപ്പെട്ട ഒരവസ്ഥയുണ്ടോ? ഭഗവാന് സദാ പിന്നിൽ പിന്നിൽ ആനയിക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു ഭക്തി, ആ ഭക്തിയുടെ തലം ഇങ്ങനെ വിശേഷപ്പെട്ടതൊന്നുണ്ടോ എൻ്റെ അപ്പാ? ഉണ്ടോ? നമ്മളൊക്കെ ഭക്തിയുടെ പേരിൽ ഇരക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഇവിടെ പ്രാർത്ഥനയുമില്ല, ഇരക്കലുമില്ല. മനസ്സ് നിരപേക്ഷമാവുകയാണ്. നിങ്ങൾ കേൾക്കണുണ്ടോ? നിരപേക്ഷമാവുകയാണ്, അപേക്ഷയില്ല. അപേക്ഷയില്ലാതെ ജനത്തിനെന്നും ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര ആൾ കേട്ടിട്ടുണ്ട്? കുറെ സമാധാനമായിപ്പാ, എൻ്റെ തലവേദന പോയി. അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ. ഇപ്പൊ ഇവിടെ പറയണത് എന്താ? നിരപേക്ഷൻ എന്നാ പറയണത്. അപേക്ഷിക്കുന്നവർക്കൊക്കെ എല്ലാം കൊടുക്കുകയാണ്. ഇവിടെ നിരപേക്ഷനായിട്ടിരിക്കുന്ന ഒരാളാ. അപ്പൊ ഈശ്വരന് വല്ലാത്ത പൊല്ലാപ്പായി. ഇവൻ ഒന്നും എന്നോട് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാതെ എന്നിൽ പരിപൂർണ സമർപ്പണത്തോടു കൂടി നടക്കുന്ന ആളാ. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? കൂടെ പോയി കളയാം. എപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കണമല്ലോ. ചോദിക്കില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് ഭക്തിയുടെ സാഫല്യം. എത്ര വിശേഷപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷനാ നോക്കൂ നിങ്ങൾ. ഭക്തി അല്ലെങ്കിൽ ഭക്തൻ, ആ ഭക്തനെ തേടി പിന്നാലെ നടക്കുന്നു അത്രേ ഭഗവാൻ. എന്തിന്? ഭഗവാന്റെ ശരീരത്തിൽ ഭക്തന്റെ പാദധൂലി തട്ടി അത് പവിത്രമാവട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെ ഒരു ഭക്തി പരിസമാപ്തി
നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കൂ. ഒരു സ്ഥലത്ത് കാണില്ല. ഇത് നമ്മുടെ വൈഭവമാണ്. നാം എല്ലാം റിസർച്ച് ചെയ്യുന്നവരാണ്, ഗവേഷണം ചെയ്യുന്നവരാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ഈ വാക്ക് രൂപപ്പെട്ടത് മനുഷ്യ മനസ്സിലാണ്. ലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഭവമാണ്. നാം നമ്മുടെ അനുഭവങ്ങളുടെ മുകളിൽ കെട്ടിപ്പടുത്ത അറിവിൻ്റെ മുകളിൽ ആദർശങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുത്തി അവയെ അനുസരിക്കുന്നവരാണ്. നല്ല പോലെ മനസ്സിലാക്കണം നിങ്ങൾ. ലോകവാസനയാ ജന്തോ ശാസ്ത്രവാസനയാ ബിജ. അങ്ങനെ ശാസ്ത്രം അനവധി വായിക്കണം. ഒരു നീലകണ്ഠൻ നമ്പൂതിരിയുണ്ട് ഇവിടെ. നമ്മുടെ മാധവൻ നമ്പൂരി വന്ന് സംസാരിച്ചല്ലോ. ഞാൻ മധു എന്നാണ് പറയുക. ആ മധുവിൻ്റെ വലിയച്ഛൻ. അപ്പോൾ ഒരിക്കൽ നീലകണ്ഠൻ എന്നോട് പറയാ, ഞാൻ നീലകണ്ഠനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ കുടുംബത്തിൽ ഇല്ലത്തിൽ എടുത്താൽ ഒടുങ്ങാത്തത്ര പുസ്തകങ്ങളുണ്ടെന്ന് പറയും. ശാസ്ത്രം വേണ്ടതുണ്ട്, താളിയോലയായിട്ടും മറ്റു പ്രകാരത്തിലും. അപ്പം നീലകണ്ഠൻ എന്നോട് പറയായിരുന്നു, എന്താ പറഞ്ഞേ, സ്വാമിജി എന്തൊക്കെ ആയാലും എനിക്ക് പുതിയൊരു ശാസ്ത്രം കണ്ട വായിക്കണമെന്ന് തോന്നും. ഞാൻ നീലകണ്ഠനോട് പറഞ്ഞു, നിങ്ങൾ ഈ പലതും പറഞ്ഞു നടക്കാതെ ഒരു ശാസ്ത്രം പിടിക്കാനപ്പാ. ശ്രീമദ് ഭാഗവതമാണെങ്കിൽ അത് മാത്രം, വേറെ ഒന്നും വേണ്ട. ഭാഗവതം തന്നെ പറയണത് എന്തിനാ? കിം വാ പരൈഹി. ബാക്കി ശാസ്ത്രങ്ങൾ എന്തിനാ? ഒന്ന് പോരെ. ആ മുറുക്കിയിട്ട് പിടിക്കണം. പലതും വായിക്കാൻ പുറപ്പെടുമ്പോൾ മുറുക്കലും ഇല്ല, പിടിക്കലും ഇല്ല, ഒക്കെ അഴഞ്ഞ മട്ട. അപ്പം ഏകചിത്തത എന്നുള്ളതൊരു ആവശ്യമാണ്. ആ ശാസ്ത്രമാണ് പിന്നെ ഒരു വാസന. ദേഹവാസനയാ ജന്തോ. ഈ ദേഹം തൊടുത്തു വിടുന്ന വാസന അതെന്തൊക്കെയാ? ആഹാരം, വസ്ത്രം, പിന്നെ ലൈംഗിക വ്യവഹാരം ഒരളവ് വരെ. അത് കഴിഞ്ഞാലും പിന്നെ നാവ് പിന്നെ ബാക്കി നിൽക്കും, പിന്നെയും നിൽക്കും തുടർച്ചയായിട്ട്. അങ്ങനെ ദേഹത്തെ സംബന്ധിച്ച വാസനകൾ, ഇത് മൂന്നും ആണ് മനുഷ്യനെ യഥാവന്നൈവജായതേ ജ്ഞാനം. ശരിയായിട്ട് ജ്ഞാനം ഉറക്കില്ലത്രേ. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയണത് എന്താ? ലോകാനുവർത്തനം ത്യക്ത്വാ ശാസ്ത്രാനുവർത്തനം, ദേഹാനുവർത്തനം ത്യക്ത്വാ സ്വാധ്യാസാപനയം ഗുരു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാനിത് പറയുമ്പോൾ? അതുകൊണ്ട് ശിഷ്യ, താൻ എന്തു വേണമെന്നറിയോ? ലോകാനുവർത്തനം ത്യക്ത്വാ. ഈ ലോകത്തിനെ അനുവർത്തനം ചെയ്യുക, അനുധാവനം ചെയ്യുന്ന സമ്പ്രദായം വിടൂ, ബലാൽ വിടൂ. അതാണ് ഈ തല മൊട്ടയടിക്കുന്നത്. എല്ലാവരും ക്രോപ്പ് വെച്ച് പറയുന്നവരാ. എങ്ങാനും തല വെളുത്താൽ അതിനെ കറുപ്പിക്കാൻ നടക്കുന്നവരാ. നിങ്ങളുടെ ഇടയിലും ഉണ്ടാവൂല്ലേ? ലോകാനുവർത്തനം ത്യക്ത്വാ. ആ ലോകത്തിനെ അനുസരിക്കുന്ന സ്വഭാവത്തെ വിടൂ, ബലാൽ വിടൂ. ത്യക്ത്വാ ദേഹാനുവർത്തനം. പലതരത്തിലുള്ള നിറഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് വിചാരിക്കരുത്. മണ്ണിൻ്റെ കളറുള്ളത്, കനകാംബര കളറിലുള്ള ഒരു വസ്ത്രം, വേണ്ടത് മണ്ണിൻ്റെ കളറാണ്, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ പിന്നെ നല്ലത് ചീത്ത കോമ്പറ്റീഷനൊന്നും മനസ്സിൽ വരില്ലല്ലോ. നിങ്ങളിപ്പോൾ എത്ര സാരി ഉടുത്തു വന്നാലും ഒരു 60 സാരി ഉണ്ടെന്ന് നോക്കിയാൽ 61ാമത്തെ ദിവസം നിങ്ങൾ ഉടുക്കുമ്പോൾ ചിലരുണ്ടാവും ഇത് ആദ്യം ഉടുത്തതാന്ന് പറയാൻ. ഞങ്ങളുടെ വസ്ത്രത്തിനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. സ്വാമിജി ഇത് ഇന്നലെ ഇട്ടുകൊണ്ട് വന്നു എന്ന് പറയരുത്. എന്നാൽ ഒക്കെ ഒരു തരാ, കുഴപ്പം കഴിഞ്ഞല്ലോ. ദേഹാനുവർത്തനം ത്യക്ത്വാ സ്വാധ്യാസാപനയം ഗുരു. ഞാനൊരു കാര്യം ഇവിടെ പറയാമോ പറയാൻ പാടില്ല എന്നറിയില്ല, പറയട്ടെ. ഇനി സ്വാമിജി പറഞ്ഞത് തെറ്റായി, സദസ്സ് നോക്കിയില്ല എന്നൊക്കെ പറയുമോ? ഞാനൊരു സ്വല്പം ആഢ്യനൊക്കെയാ. ചെറുപ്പകാലത്ത് നിന്ന് വളർന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ പാരമ്പര്യം പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വലിയ മാനം കൽപ്പിച്ചു കൊടുക്കുക, വലിയതാണ് ഭഗവത്ഗീത ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഞാൻ ഈ ശ്ലോകം വായിച്ചു. എന്ത്? വളരെ കൊല്ലങ്ങൾ മുൻപാണ്. ലോകാനുവർത്തനം ത്യക്ത്വാ ദേഹാനുവർത്തനം ശാസ്ത്രാനുവർത്തനം ത്യക്ത്വാ സ്വാധ്യാസാപനയം ഗുരു. ഞങ്ങളുടെ ആശ്രമത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കുന്ന ശാസ്ത്രപുസ്തകങ്ങൾ നിലത്തിൽ വയ്ക്കാറില്ല. ഞങ്ങളൊരു തുണി കൊടുത്തിട്ടുണ്ട്. ആ തുണിയുടെ മുകളിൽ വിരിച്ച് അവിടെ വയ്ക്കാൻ പാടുള്ളൂ. അത് ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും ശരിയല്ല. നല്ല ഭക്തിയും ശ്രദ്ധയും ആദരവൊക്കെ വേണം. അങ്ങനെയാണ് നമ്മുടെ സമ്പ്രദായം ഇപ്പോഴെന്ന് പറയുക. അപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് അമ്മ പറയും, നീ ഈ പല്ല് തേച്ചിട്ടേ നാമം ജപിക്കാൻ പാടുള്ളൂ, ഈശ്വരനാമം. എന്നാൽ എൻ്റെ നാവിലോ അതിന് മുമ്പ് തന്നെ വരുമത്. ഈ കുളത്തിൽ കുളിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ എത്താൻ കുറച്ച് സമയമുണ്ട്. വരുന്ന സമയത്ത് തന്നെ ഈശ്വരനാമങ്ങളാവും മനസ്സിൽ. അമ്മയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നാവ് പല്ല് തേച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ഈ മനസ്സിൽ വരുന്നതിന് ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പറ്റുക?
അപ്പം എൻ്റെ മനസ്സിലൊരു വൈരുദ്ധ്യം ചെറുപ്പം മുതൽക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലിങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന്. അപ്പം ഞങ്ങളൊക്കെ ഇതിന് അപ്പോൾ ഈ ഉപനിഷത്തുകളൊക്കെ ഞങ്ങൾ വായിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ശാസ്ത്രാനുവർത്തനം ത്യക്തുവാന്ന് ശങ്കരാചാര്യർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാനൊരു സന്യാസിയാണ്. അപ്പോൾ എനിക്ക് മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്ത് അതിനൊരു അശുദ്ധി കൽപ്പിച്ച് അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ശാസ്ത്രം പറയുക, മനസ്സിൽ ഓർമ്മ വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഒരു ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത് ഗീത എടുത്തുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോയി. അവിടെ പോകുമ്പോൾ ഒരു സ്വല്പം ഒരു വീഴ്ചലുണ്ട് മനസ്സിൽ, ഇത് ചെയ്യാമോ പാടില്ലയോ എന്നൊക്കെ. എന്നാലും മനഃപൂർവ്വം ഒരു കാലെടുത്ത് വെച്ച് പിന്നെ ഒരു കാലെടുത്ത് വയ്ക്കണ മാതിരി അങ്ങോട്ട് വെച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഒരധ്യായം അങ്ങോട്ട് വായിച്ചു. ഒരു ദിവസമേ ചെയ്യേണ്ടി വന്നുള്ളൂ. എന്തിനാ ഞാനത് ചെയ്തത്? ശാസ്ത്രാനുവർത്തനം ത്യക്ത്വാ. ആ ഉള്ളിലുള്ള ജലപ്ശാശികളുണ്ടല്ലോ, ആ ജലപ്ശാശികളൊക്കെ അങ്ങോട്ട് പോട്ടെ. ഈ ശാസ്ത്രത്തിൻ്റെ പേരിൽ പലതും ഉണ്ട്. ഞങ്ങളൊരു ഗായത്രി യജ്ഞം നടത്തുന്നുണ്ടായി. എവിടെ? വ്യാസതപോവനത്തിൽ. അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഒരു ആഢ്യത്വമുള്ള ചില കൂട്ടരുണ്ട്. അവർ പറഞ്ഞു, സ്വാമിജി ഇങ്ങനെ ഗായത്രി യജ്ഞം നടത്തുമ്പോൾ എല്ലാവർക്കും തുറന്നു കൊടുത്ത് സാമൂഹ്യമായി സാർവജനികമായേ ചെയ്യാറുള്ളൂ, മൃത്യുഞ്ജയ ഹോമം പോലെ. അപ്പോൾ അവിടെ വന്ന് അതിനെപ്പറ്റി സംശയമൊക്കെ ആയി. ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അവരോട്, എന്താ പറഞ്ഞേ, ഇതാ കേട്ടോളൂ, നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഒരു സാർവജനിക യജ്ഞമാണ്. അതിലാര് വേണമെങ്കിൽ പങ്കെടുക്കും, ഹിന്ദുക്കളല്ലാത്തവരോ ഒക്കെ പങ്കെടുക്കാൻ പോവാണ്. നിങ്ങൾ ഒരക്ഷരം മിണ്ടിപ്പോവരുത്. സാർവജനികമാണത്. അത് വളരെ നന്നായി നടന്നു, അക്ഷരശുദ്ധി എല്ലാവർക്കും ഉണ്ടായി എന്നൊന്നും വരില്ല. എല്ലാവരെ കൊണ്ട് നടത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ ഒരു കാര്യം തീർച്ചയാക്കിക്കോളൂ, അവർ വരരുത് എന്ന് പറയരുത്. നിങ്ങളവിടെ കുറേ വെള്ളം, പുണ്യാഹമൊക്കെ കഴിച്ച് ശുദ്ധമാക്കി വെച്ചിട്ടുള്ള വെള്ളം, എല്ലാവരോടും കാല് കഴുകിക്കോളാൻ പറയൂ, അകത്ത് കിടക്കാൻ പറയൂ. പക്ഷേ ഒരൊറ്റ ആളെ തടഞ്ഞു നിർത്താൻ പാടില്ല. വന്നവരെ മുഴുവൻ പവിത്രമാക്കാനുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ടിത് നടത്താമെന്ന് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ നടത്തുകയും ചെയ്തു. ഈ സ്വാമിജി അങ്ങനെ ഒരാളാണ്. നിങ്ങൾക്കൊക്കെ പേടിയുണ്ടാവും, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നോക്കൂ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിക്ഷേപങ്ങളുണ്ട്. ആ നിക്ഷേപങ്ങൾ തുറക്കാൻ പ്രശ്നമാണത്രേ. പ്രശ്നം, ക്ഷേത്രം കെട്ടാൻ പ്രശ്നമില്ല. ബിംബം കൊത്തി ഉണ്ടാക്കിയത് നമ്മളാ. ആ പത്മനാഭസ്വാമി മനുഷ്യ ഹസ്തവിരചിതമാണ്. ആ ക്ഷേത്രം നമ്മൾ കെട്ടിയതാ. അതിൽ നിക്ഷേപം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആരുടെ കയ്യിലാണോ കൂടുതൽ സൗകര്യങ്ങളുള്ളത്, ചെലവ് കഴിച്ച് മിച്ചമുള്ളത്, അതിനെ സ്വർണമോ ദീർഘകാലികമായി നിൽക്കാവുന്നതോ ആയി നിക്ഷേപിക്കുകയാണ്. അധിക ചെലവ്. അന്ന് ബാങ്കും സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിക്ഷേപിച്ചത് എന്തും പിൻതലമുറയ്ക്ക് ഉപയോഗിക്കാനാണോ അല്ലയോ എന്ന് ഈ സദസ്സ് എന്നോട് പറയണം. എന്താ ഒരാളുണ്ട് പറയാൻ? നിങ്ങളുടെ തലയിൽ കളിമണ്ണ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ധനം കൂടുതലുണ്ട്, നിങ്ങളത് നിക്ഷേപിച്ച് ഭദ്രമായി എടുത്തു വെച്ചു. അതെന്തിനാ? തുരുമ്പ് പിടിച്ച് പോവാനാ? പിൽക്കാലത്തേക്ക് ഉപയോഗിക്കാനാണ്. ആ കലവറ തുറക്കാൻ അവർക്ക് പേടി. അത് ഉണ്ടാക്കിയത് മനുഷ്യൻ, പൂട്ടിയത് മനുഷ്യൻ, കാവൽ നിന്നത് മനുഷ്യൻ, തുറക്കാൻ മാത്രം ദൈവം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യന്റെ മണ്ടത്തര. അതിന് ചുക്കാൻ പിടിക്കാൻ കുറെ ആൾക്കാർ. എന്താണതിനർത്ഥം? സർവക്ഷേത്രവും നമ്മൾ കെട്ടിയതാണ്, ആരാധനാ സമ്പ്രദായം നമ്മൾ രചിച്ചതാണ്, മന്ത്രങ്ങൾ നമ്മുടെ മുഖത്തിൽ നിന്നും ഹൃദയ കമലത്തിൽ നിന്നും നിർഗളിച്ചതാണ്, അത് അനുഷ്ഠിക്കുന്നതും നമ്മളാണ്. പെട്ടെന്ന് നിങ്ങൾ എന്തിനാ ഒരു പ്രതികൂലമായ ദൈവം അവിടെ കൊണ്ടുവയ്ക്കുന്നത്? എന്താ ഇതിനുള്ള അർത്ഥം? ടിപ്പു സുൽത്താന്റെ പടക്കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ കവാടം ഒരു കല്ലുകൊണ്ട് മൂടിയിട്ടു. ദശാബ്ദങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് അത് തുറന്നത്. നമുക്ക് ആപത്ത് വന്നാൽ നമ്മുടെ ദൈവത്തിനും ആപത്ത് പെടും. നമുക്ക് സമ്പത്ത് വന്നാൽ നമ്മുടെ ദൈവത്തും സമ്പത്ത് നിറഞ്ഞിരിക്കും. മനുഷ്യൻ വാഴ്ത്തുന്നത് പോലെയാണ് ദൈവം. ദൈവത്തിന് മുഖമില്ല സംസാരിക്കാൻ, ദൈവത്തിന് കാലില്ല നടക്കാൻ, ദൈവത്തിന് കൈയില്ല പിടിക്കാൻ. ഇതൊന്നുമില്ലാത്തതാണ്. യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ. ഈ ലോകം മുഴുവനും ഉത്പത്തിയായിരിക്കുന്ന ആ ഉറവിടമുണ്ടല്ലോ, ആ ഉറവിടം അദ്രേശ്യം, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, അതിന് ഗോത്രമില്ല, വർണ്ണമില്ല.
അതിന് കണ്ണില്ല, അതിന് കാതില്ല, അപാണിപാദം കൈയില്ല, കാലില്ല. എന്നാലോ നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ കൂട്ടരെ? ദൈവ കോപമാണത്രേ. ദൈവം നമ്മളോട് കോപിക്കാനോ അതോ മാറോടണച്ച് ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കാനോ? നമുക്കൊരു കോപത്തിനൊരു ദൈവത്തിന് നിങ്ങൾ കൂട്ടിച്ചേർക്ക്. എവിടെയാ അത് എഴുതിയിരിക്കുന്നത്? ആരാ നിങ്ങളോടിത് പറഞ്ഞു തന്നത്? ആ അറിവില്ലായ്മയൊക്കെ മാറ്റൂ മാറ്റൂ മാറ്റൂ. ആ നിക്ഷേപ കവാടം തുറക്കാൻ പോലും നമുക്ക് പ്രശ്നം വേണത്രേ. പ്രശ്നം. എന്തിനാ പ്രശ്നം? പ്രത്യക്ഷമായ കാര്യങ്ങൾക്ക് പ്രശ്നം വയ്ക്കരുത്, അപ്രത്യക്ഷമായ കാര്യങ്ങൾക്ക് പ്രശ്നം വയ്ക്കേണ്ടു. അത് പണിത് നമ്മൾ, നിക്ഷേപം വച്ചത് നമ്മൾ, അത് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിച്ചാത്തൻ ഓടി വന്നു. അവിടെ എത്ര മണ്ടത്തരാ ഇത് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന് വളരെയധികം സങ്കടമുണ്ട്. പൂത്ത ടൺ കണക്കിന് സ്വർണ്ണമാണ് നമ്മുടെ ദേവസ്വങ്ങളിൽ കിടക്കുന്നത്. മനുഷ്യരാണെങ്കിൽ കഷ്ടപ്പെടുക. സർക്കാരിന് കൊടുത്തൂടെ ഇപ്പം അവർ പലിശ നിശ്ചയിച്ച് അവർ 15 or 25 കൊല്ലം കഴിഞ്ഞാൽ പലിശ അടക്കം നിങ്ങൾക്ക് മടക്കി തരും. നാട് നന്നാവട്ടെ. അപ്പം എല്ലാവരും പറയുന്നു ഈ സർക്കാരിന് എങ്ങനെ കൊടുക്കുക, ഒക്കെ കള്ളന്മാരാ അവിടെ നിന്ന്. പക്ഷേ കള്ളന്മാരോ നല്ലവരോ അവർ ഭരിച്ചിട്ട് വേണ്ടേ നമ്മൾ കഴിഞ്ഞുകൂടാൻ? ഇപ്പം ഇവിടെയും കൂടി എന്തെങ്കിലും വിഷമം വന്നാൽ ആ പോലീസുകാരെ നമുക്ക് വിളിക്കണോ വേണ്ടയോ? നമ്മൾ ഭരണത്തിൻ്റെ കീഴിലാണ്. കുറച്ച് പേര് കട്ടോട്ടേപ്പാ. എന്നാലും ഒരു ഭരണം ഉണ്ടല്ലോ, ആ ഭരണത്തിന് നമ്മൾ ബഹുമാനിക്കാതെ പറ്റില്ല. അപ്പം അത് കൊടുത്ത് നമുക്ക് വേണ്ടതുപോലെ ആവുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത്. ദേഹവാസനയാ ജ്ഞാനം യഥാവന്നൈവ ജായതേ. അപ്പം മനസ്സിലുള്ള ദൗർബല്യങ്ങളൊക്കെ കളഞ്ഞ് ഇങ്ങനെ ശുദ്ധമാക്കി എടുക്കേണ്ട ചുമതല സാധകന്മാർക്കും വിചാരവാന്മാർക്കും വിവേകികൾക്കും നിർബന്ധമായിട്ടുള്ളതാ. എൻ്റെ ഒരു പേഴ്സണൽ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ സാധനയുടെ അന്തത്തിൽ ഞാൻ 2 ശ്ലോകം ഉണ്ടാക്കി. ആ ശ്ലോകം ഉണ്ടാക്കിയത് എപ്പോഴാണെന്നറിയോ? മലവിസർജനം നടത്തുന്ന സമയത്താണ്. അപ്പോഴാണത് മനസ്സിൽ വന്നത്. 2 എണ്ണം ഇനി ഒരിക്കൽ പറയാം. അപ്പോൾ ഇതങ്ങനെയായി. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? താവത് കർമാണി കുർവീത ന നിർവിദ്യേതയാവത. നമുക്ക് വൈരാഗ്യം വരുന്നത് വരെയാണ് കർമ്മവാസനകളോ അല്ലെങ്കിൽ കർമ്മനിഷ്ഠകളോ ഒക്കെ. ഈ വൈരാഗ്യത്തിന് സമാനമായിട്ടുള്ളതാണ് ശ്രദ്ധ യാവന്ന ജായതേ മത്കഥാശ്രവണാദൗവ. ഇപ്പം ശ്രീമദ് ഭാഗവതം വായിക്കാൻ തുടങ്ങി, അതിൽ നിങ്ങൾക്കൊരു രതി ഉണ്ടായി എന്ന് വയ്ക്കുക. ദിവസേന 3, 4, 5, 8 അധ്യായം വായിക്കുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു നിഷ്ഠയും നിങ്ങളുടെ കുടുംബത്തെ ആവശ്യമില്ല. ആ ഭാഗവതം വായന മാത്രം, അത് കേൾക്കുക മാത്രം, വേറെ ഒന്നും വേണ്ട. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഒരു തിരുമേനി വന്നു. അദ്ദേഹം എന്നെ വന്നു നമസ്കരിച്ചു. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചെറിയ കുട്ടിയുണ്ട്, ഒരു ഉണ്ണി. അപ്പോൾ ഒരു സപ്താഹമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത് എന്നൊക്കെ പറഞ്ഞ് ഒരു സത്രം നടത്തി. എന്നിട്ട് ആ ഉണ്ണിയെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, അവൻ ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കും, 8 വയസ്സായിട്ടേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് എനിക്കൊരു രസവും ഒരു സന്തോഷവും തോന്നി. ദേവൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മകനോ നാരായണൻ. ഇപ്പം അയാൾ 9ാം ക്ലാസ്സിലാണ് ഉണ്ണി. കഴിഞ്ഞ കൊല്ലം 8ാം ക്ലാസ്സിലാവും. ആഹാ, അങ്ങനെ വായിക്കുന്നുണ്ടോ? എന്നാൽ മോനൊരു കാര്യം ചെയ്യൂ, ഭാഗവതത്തിൻ്റെ 250 ശ്ലോകം അടുത്ത കൊല്ലം ഇവിടെ വരുമ്പോഴേക്ക് എനിക്ക് എഴുതി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നമ്മുടെ കുടീരത്തിലിരിക്കുക. അപ്പം അച്ഛൻ അവിടെ വന്ന് പറഞ്ഞു, സ്വാമിജി കഴിഞ്ഞ കൊല്ലം സ്വാമിജി പറഞ്ഞില്ലേ എൻ്റെ ഉണ്ണി മകനെ എഴുതിയിട്ടുണ്ട് 250 ശ്ലോകം. ഓ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ശരിയെന്ന് പറഞ്ഞു. എഴുതിയത് വായിച്ചു നോക്കി. 99% ഒരു തെറ്റുമില്ലാതെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് മലയാള ലിപിയിലാന്നേ ഉള്ളൂ. എന്താ ദേവനാഗരി അറിയില്ലേ? അറിയും, പക്ഷേ എഴുതിയത് ഇതാണ്. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഭേഷമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ കുട്ടിയുടെ കാര്യം. അന്ന് തിരക്കായതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ടെലിഫോൺ എടുത്ത് വിളിച്ച് ചോദിച്ച് ഈ ദേവൻ നമ്പൂതിരിയായിട്ട് സംസാരിച്ചു. ഈ കുട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മകനെ പറ്റി വല്ലതും പറയാനുണ്ടോ ചോദിച്ചു. സ്വാമിജി, എൻ്റെ മകനെ പറ്റി ഞാൻ എങ്ങനെയാ പറയുക? അവൻ പഠിപ്പിലൊക്കെ എങ്ങനെയാ? ഞാനെങ്ങനെയാ പറയുക? പിന്നെ അച്ഛനല്ലാതെ പിന്നെ ആർക്കും അറിയാം. അപ്പോൾ 85% മാർക്കൊക്കെ മേടിക്കുന്നുണ്ട്, നന്നായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് അത്ര ആ കുട്ടി. അപ്പോൾ ഈ കുട്ടിയുടെ ജന്മത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ വൈദ്യം പഠിച്ച് വേദാന്തം ബാക്കിയുള്ള കാര്യങ്ങൾ യോഗമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ആചാര്യൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ്. എനിക്ക് ഒരു കുട്ടിയുള്ളൂ, അത്രേ വേണു ഉള്ള വിചാരം ഉണ്ടായിരുന്നു. ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ ഈ കുട്ടിയെ ഗർഭമായിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അങ്ങനെ ഗർഭമാണെന്ന് തോന്നിയ ഉടനെ
ഒരു സപ്താഹം. അച്ഛൻ പറയുക മകനത് കേട്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ കേൾക്കണുണ്ടോ പറയുന്നത്? നോക്കൂ, ആ അച്ഛൻ്റെ വാക്കിൽ ഞാൻ എന്തെന്നാ പറയുക? എനിക്ക് ഒരു ഹൃദയം പോരാ അതിനെ പ്രതികരിക്കാൻ. ആ മകൻ കേട്ടിട്ടുണ്ട്. ഗർഭം അങ്ങനെ മൂപ്പെത്തി വരുന്തോറും 2 സപ്താഹവും കൂടി ആ കുട്ടി കേട്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന്. ഞാൻ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ സന്തോഷം തോന്നിയത് ഞാൻ ആരോടാ പറയുക? ഇതാ നിങ്ങളോട് പറയണമെന്ന് മാത്രം. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഏതോ ഒരു കുട്ടി എവിടെയോ ജനിച്ചു. കേൾക്കുന്നത് ഒരു ഭൂമാനന്ദ സ്വാമിജി. അത് കേട്ട ഉടനെ എനിക്കൊരു വസന്തോത്സവമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ കുട്ടികളുണ്ടാവട്ടെ. ഇങ്ങനത്തെ കുട്ടികളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഗർഭാധാനം എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. അതിനൊരു തയ്യാറെടുപ്പ് വേണം. വെറുതെ കാളയും പശുവും മാതിരി ആയാൽ പറ്റില്ല. ഗർഭാധാനം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ഒരു സംരംഭമാണത്. അതിന് ഒരാഴ്ചയോ 10 ദിവസമോ 15 ദിവസമോ നിങ്ങൾ തയ്യാറെടുത്ത് ചില നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ശരീരത്തിന് ശുദ്ധീകരണം, മനസ്സിന് ശുദ്ധീകരണം ഒക്കെ വന്നതിന് ശേഷം ഒരു സമയം നിശ്ചയിച്ച് 2 പേരും കൂടി, ശിവനും പാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മിയും ബ്രഹ്മാവും സരസ്വതിയും പോലെ കരുതായി തമ്മിൽ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുക. ഗർഭമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അതിന് ശേഷവും വളരെ മനസ്സിൽ നല്ല സങ്കല്പം വേണം. ആ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന ആ ശിശു ഉണ്ടല്ലോ, ആ ശിശു എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കാൻ അമ്മയും അച്ഛനുമാണ്. ഗർഭാധാനത്ത് എവിടുന്നാ തുടങ്ങുക മനുഷ്യരെ നന്നാവുന്ന കാര്യം ചോദിച്ചാൽ ഗർഭാധാനമാണ് അതിൻ്റെ പ്രധാന കാര്യം. അത് ഗർഭാധാനം എന്ന് തന്നെ പറയണം. നിങ്ങൾ അറിഞ്ഞും കൊണ്ട് സമയം നിശ്ചയിച്ച് മുഹൂർത്തം നിശ്ചയിച്ച് ആ മുഹൂർത്തത്തിൽ വേണം ഈ ഗർഭാധാനം നടത്താൻ. അത് നടത്തിയതിന് ശേഷം നിങ്ങളൊരു ബ്രഹ്മാവാൻ പോവാണ്. ആ വംശം ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അതിൻ്റെ ബ്രഹ്മാവാണ് നിങ്ങൾ. ആ കുട്ടി എങ്ങനെ വേണമോ, ഇംഗ്ലീഷിൽ പറയും ദ ഹാൻഡ് ദറ്റ് റോക്സ് ദ ക്രേഡിൽ റൂൾസ് ദ വേൾഡ്. നിങ്ങൾ എന്ത് പാട്ട് ചൊല്ലി തൊട്ടിലിട്ട് ആട്ടുന്നുണ്ടോ, ആ ആട്ടുന്നതാണ് ആ കുട്ടിക്ക് വരാൻ പോകുന്നത്. ഞാൻ ഈ ചെറിയ കാലം എൻ്റെ മരുമക്കളെ കുറേശ്ശെ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ കുളിപ്പിക്കുക, അങ്ങനെ തൊട്ടിലിട്ട് ആട്ടുമൊക്കെ ഉണ്ട്. അന്ന് ഞാൻ എന്താ ചൊല്ലുകയെന്നറിയോ? രാസക്രിയുടെ നാരായണീയത്തിൽ നിന്ന് ചെല്ലും. ഒരു 5-6 ശ്ലോകം ചെല്ലുമ്പോഴേക്കും കുട്ടി ഉറങ്ങിക്കഴിയും. എപ്പോഴും എൻ്റെ കയ്യിലുള്ള സ്വഭാവം അത് ചെറുപ്പകാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുട്ടി സംസ്കൃതം വലിയ താല്പര്യമാണ് അവന്. സംസ്കൃതത്തിലുള്ള ഭാഗവതം ഒരാവർത്തി തികച്ചും വായിച്ചു. അതുമാത്രമല്ല, എവിടെയോ സപ്താഹം നടത്തുന്ന സമയത്ത് ഈ ഉണ്ണിയെ കൊണ്ട് അവിടെയുള്ള നമ്പൂതിരിമാർ ബ്രാഹ്മണരെ വായിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നടന്നതാ. ആ കുട്ടിക്ക് വയസ്സത്രയേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് പഴംപുരാണല്ല കൂട്ടരെ, ആധുനിക വൃത്താന്തമാണ് പറയുന്നത്. ഇനി 2ആണല്ലോ പറഞ്ഞത്, ഒന്നുകിൽ വൈരാഗ്യം അല്ലെങ്കിൽ എൻ്റെ കഥകളിൽ ശ്രദ്ധ എന്ന്. അപ്പം ഈ ഈശ്വരകഥനം, ഈശ്വരകഥാശ്രവണം ഇതൊക്കെയായി നടക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ വൈരാഗ്യത്തിൻ്റെ ചോദ്യങ്ങളൊന്നും വരണില്ല. അതുതന്നെ മതി. അപ്പോൾ മുകുന്ദമാലയിൽ ഒരു ശ്ലോകം ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബദ്ധേന അഞ്ജലിന നതേന ശിരസാ ഗാത്രൈഃ സരോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോദ്ഗീർണബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദയുഗലധ്യാനാമൃതാസ്വാദിനാം അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നടക്കണം എന്ന് പറയുകയാണ് മുകുന്ദമാലയിൽ. എങ്ങനെ? ബദ്ധേന അഞ്ജലിന, ബദ്ധേന അഞ്ജലിന കൈകൂപ്പി, നതേന ശിരസ ശിരസ് കുമ്പിടിപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട്, ഗാത്രൈഃ സരോമോദ്ഗമൈഃ ശരീരം മുഴുവനും പുളകം രോമാഞ്ചമുണ്ടായിക്കൊണ്ട്, കണ്ഠേന സ്വരഗദ്ഗദേന ഈശ്വരൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അതിൽ ഭക്തിയും അനുരാഗവും ചിലപ്പോൾ ഉത്കണ്ഠയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെത്താനെ നമുക്ക് ഗദ്ഗതമുണ്ടാവും. കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോദ്ഗീർണബാഷ്പാംബുന കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ജലം വീണു തുടങ്ങും. എന്താ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ബദ്ധേന അഞ്ജലിന
നതേന ശിരസാ ഗാത്രൈഃ സരോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോദ്ഗീർണ ബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദയുഗളധ്യാനാമൃതാസ്വാദിനാ. ത്വച്ചരണാരവിന്ദയുഗള, അങ്ങയുടെ പാദാരവിന്ദമുണ്ടല്ലോ, ആ പാദാരവിന്ദം 2 യുഗളം. ധ്യാനാമൃതാസ്വാദിനാം, അതിനെക്കുറിച്ച് ചിന്തിക്കുക, സ്മരിക്കുക, ധ്യാനിക്കുക, ബുദ്ധിയിൽ നിർത്തുക. ഇങ്ങനെയൊക്കെ ആയാൽ ആ നിർത്തുന്നത് വഴിക്ക് ധ്യാനാമൃതാസ്വാദിനാം, അതിൽ നിന്നുണ്ടാവുന്ന സന്തോഷം, ആ ഉള്ളുണർവിൽ അനുഭവപ്പെടുന്നതായ ആ ആനന്ദമുണ്ടല്ലോ, ആ ഊഷ്മളത, അത് അനുഭവിച്ചുകൊണ്ട് നിത്യം നിരന്തരം അസ്മാകം സരസീരുഹാക്ഷ സതതം, ഞങ്ങളുടെ ജീവിതമുണ്ടല്ലോ ഹേ സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം, ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന്. അങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ ഒരു വൈരാഗ്യത്തിൻ്റെ ചോദ്യം അവിടെ വരുന്നില്ല, അവിടെ വിടുന്ന ഒരു ചോദ്യം വരുന്നില്ല, ഓടുന്ന ഒരു ചോദ്യം വരുന്നില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ അങ്ങോട്ട് അർപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ബദ്ധേന അഞ്ജലിന നതേന ശിരസാ ഗാത്രൈഃ സരോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോദീർണ ബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദയുഗള ധ്യാനാമൃതാസ്വാദിനാം. അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം. അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ച് ചൊല്ലി നോക്കൂ. എന്താണതിൻ്റെ മാധുര്യം, അത് എത്രത്തോളം നിങ്ങളുടെ ഹൃദയകമലത്തെ കൂടുതൽ കൂടുതൽ പ്രശോഭിപ്പിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ഥലത്തും നമ്മൾ തേടിപ്പോകേണ്ടതില്ല. ഭൗതിക മനസ്സാകട്ടെ നമ്മളുടേത്, സമ്മതിച്ചു. ആ ഭൗതിക മനസ്സിനെ അഭൗമമാക്കി, അഭൗതികമാക്കി, ദിവ്യമാക്കി, മംഗലാത്മകമാക്കി തീർക്കാനുള്ള ശക്തിയും സാധനയും വിവേകവും വിശേഷബുദ്ധിയും ഒക്കെ നമുക്കുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. നമ്മളെ ഉദ്ധരിക്കാനുള്ളവരെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ മനസ്സ് ഒരു പക്ഷേ ഇപ്പൊ പ്രാപഞ്ചികമായിരിക്കാം, പ്രപഞ്ചക്കറകൾ അതിലുണ്ടാവാം. തോലില് എണ്ണപ്പെട്ടാൽ നിങ്ങൾ എത്ര കഴിയാലും അത് പോവില്ല. പക്ഷേ മനസ്സ് ദ്രവ്യമല്ല, ഊർജമല്ല, അത് ദ്രവ്യോർജ അതീതമാണ്. അതുകൊണ്ട് അതിൽ കറ ഏൽക്കില്ല. പറയണത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കരുത് പാപക്കറ അവിടെ തങ്ങി നിൽക്കുന്ന. പാപം എന്നുള്ളത് ഒരു തോന്നലാണ്, ഒരു ഭയമാണ്. ഒരാളുടെ ഉള്ളിലും പാപം കറ രൂപത്തിൽ പിടിക്കണില്ല. സങ്കുചിതത്വം നമുക്കുണ്ടാവാം. ആ സങ്കുചിതത്വം അമ്മയുടെ മുലപ്പാൽ കുടിച്ചപ്പോൾ കുറെ വന്നതാണ്. നമ്മുടെ പൂർവികരാരും മഹർഷിമാരായിരുന്നില്ല, അവർ പ്രാപഞ്ചികരായിരുന്നു. ലൈംഗികമായിരിക്കുന്ന ക്രിയാവിനോദങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ ജനിക്കുന്ന കുട്ടികളൊക്കെ മാംസക്കുട്ടികളായിട്ടാണ് ജനിക്കുക. മനഃക്കുട്ടികളാകുന്നവർ വളരെ ചുരുക്കേ ഉള്ളൂ. ഭക്തിസന്താനങ്ങളും വളരെ ചുരുക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കരുത്. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരാംശമായിരിക്കുന്ന ഒരു പൈതൃകം, ഒരു തുടർച്ച നമ്മുടെ ഉള്ളിലുണ്ട്. സമ്മതിച്ചു, എൻ്റെ ശരീരം പാഞ്ചഭൗതികമാണ്, മനസ്സും ഒരളവ് വരെ ഭൗമമാണ്, കാമക്രോധ നിബിഡമാണ്, സമ്മതിച്ചു. ബുദ്ധിക്കുമുണ്ട് ആ ദൂഷ്യം, അഹങ്കാരത്തിനുമുണ്ട്. പക്ഷെ ഇതിനെല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഈശ്വരൻ തന്നെ ആയിരിക്കുന്ന, ഈശ്വരാംശമായിരിക്കുന്ന ഒരു ജീവപ്രഭ നമുക്കുണ്ട്. ആ പ്രഭയെ നിങ്ങൾ മനസ്സിലാക്കി സംസ്തഭ്യാത്മാനമാത്മനാ, അതിൻ്റെ ശക്തി എത്ര വേണമെങ്കിലും വലിച്ചെടുക്കൂ, കണ്ണടച്ചിരിക്കൂ. രാമരാവണ യുദ്ധത്തിൽ രാവണന് ശിരസ്സറക്കാൻ വേണ്ടി പല അസ്ത്രങ്ങളും പ്രയോഗിച്ചപ്പോൾ ഓരോ തലയും താഴത്ത് വീണാൽ
ഉടനെ പൊന്തി മുളയ്ക്കായി, രാമൻ വട്ടത്തിലായി, എന്തു വേണമെന്ന് അറിഞ്ഞില്ല. ഉടനെ കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്നു. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള വൈഷ്ണവ രൂപത്തെക്കുറിച്ച് ആലോചിച്ചു, ധ്യാനിച്ചു. അപ്പ കിട്ടി വഴി. ഉടനെ ഒരു അസ്ത്രമെടുത്ത് മാറത്തേക്ക് അങ്ങോട്ട് വിട്ടു. രാവണൻ പെരണ്ടു വീണു. അവസാനം നമ്മളെ തുണയ്ക്കാനുള്ളത് നമ്മുടെ അന്തരാത്മാവാണ്, നമ്മുടെ ഉണർവാണ്, നമ്മുടെ കമലമാണ്, നമ്മുടെ ഉള്ളിലുള്ള ചിതാകാശമാണ്. അത് വിട്ട് ലോകത്തിൽ ഒന്നുമില്ല. ഈ ദ്രവ്യാകാശം അത് വരുത്തി തീർക്കുന്ന ഒരു തരത്തിലുള്ള പ്രതിച്ഛായയോ പ്രതിഫലനമോ വികസിത രൂപമോ ആണ്. ഒന്നിനെയും കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. നമ്മളെ മോഹിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ കണ്ണടച്ചാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭഗവാനെ പോലും ഞാൻ കാണില്ല. ഞാൻ പറയാറുണ്ട് തമാശയായിട്ടും കാര്യമായിട്ടും, മഹാവിഷ്ണു ചതുർഭുജധാരിയായി എൻ്റെ മുൻപിൽ വന്ന് നിന്നാൽ ഞാൻ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിന് എന്നോട് പറയേണ്ടി വരും, സ്വാമിജി ഞാൻ വന്ന് നിൽക്കണു, കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കൂ എന്ന്. ഞാൻ കണ്ണ് തുറക്കണില്ലെങ്കിലോ അദ്ദേഹം എന്ത് ചെയ്യും? മടങ്ങിപ്പോണ്ടി വരും. ഈ ലോകം എന്ത് ചെയ്യുന്നാ നിങ്ങൾ പറയണത്? നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയില്ലെങ്കിൽ ഒരൊറ്റ നിറം നമ്മുടെ ഉള്ളിൽ പെടില്ല. ചെവി കടം കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ ശബ്ദം എന്നിൽ ഏശില്ല. നാവ് കടം കൊടുത്തില്ലെങ്കിൽ രുചി വരില്ല. മൂക്ക് കടം കൊടുത്തില്ലെങ്കിൽ മണമേശില്ല. ത്വക്ക് കടം കൊടുത്തില്ലെങ്കിൽ സ്പർശം എന്നിൽ വരില്ല. ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത് എൻ്റെ ശരീരവും പഞ്ചേന്ദ്രിയങ്ങളുമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ മേലെയോ അതോ ലോകവസ്തുക്കൾ മേലെയോ? എന്താ അവർ മിണ്ടാണ്ടിരിക്കുന്നത്? ഇന്ദ്രിയാണി പരാണ്യാഹുഹു. ഇന്ദ്രിയങ്ങളാണ് വസ്തുക്കളെക്കാൾ പരങ്ങൾ, ശ്രേഷ്ഠങ്ങൾ. ഇന്ദ്രിയങ്ങളെ കവച്ചു വെക്കാൻ ഇവിടെ ഒരു വസ്തുവില്ല. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളോട് പിച്ച വാങ്ങി കഴിഞ്ഞുകൂടുന്ന ഈ ലോകത്തെ നിങ്ങൾ ഭയപ്പെടുകയോ? ഈ ലോകം എന്ത് ചെയ്യും? എൻ്റെ മനസ്സിൽ ഒരു തരംഗമായി അനുഭവപ്പെടും. എൻ്റെ മനസ്സൊരു സമുദ്രമാണ്, ജലാശയമാണെങ്കിൽ അതിലുള്ള നിസ്സാര കുമിളകളാണ് ഈ ലോകവസ്തുക്കൾ. ഈ കുമിള ഒരൊറ്റ എണ്ണത്തിന് സമുദ്രമായിരിക്കുന്ന എൻ്റെ മനസ്സിനെ ആക്രമിക്കാനോ കീഴടക്കാനോ ഉള്ള ശക്തിയില്ല. ഞാൻ സർവവ്യാപിയാണ്. ഈ ശരീരം എനിക്കൊരു പ്രതിബന്ധമല്ല. അങ്ങനെ വിശേഷപ്പെട്ട ആത്മസാമ്രാജ്യം ഓരോ മനുഷ്യന്റെ ഉള്ളിലും നിക്ഷേപിച്ചുകൊണ്ടാണ് സൃഷ്ടിവിശേഷം പരിസമാപിച്ചത്. എന്തു പറയുന്നു? ഒരിക്കലും നിങ്ങൾക്ക് ഏഴത്വം തോന്നരുത്, പോഴത്വം തോന്നരുത്. നമുക്ക് എപ്പോഴും മേന്മ, മഹത്വം, സൗഭാഗ്യം, സാഫല്യം. എല്ലാവരും ഈശ്വരന്റെ സന്താനങ്ങളാണ്. ഈശ്വരന്റെ സന്താനത്തിന് ഇവിടെ ഒരു പഞ്ഞമില്ല, ഒരു പിച്ചത്തമില്ല, ആവലാതിയില്ല. ഞാൻ ഈശ്വരന്റെ സന്താനമാണ് എന്നുള്ള വിചാരം നിങ്ങൾ പുലർത്തുമെങ്കിൽ, നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ, നിങ്ങൾ എനിക്ക് തോന്നുന്നു യോഗേശ്വരന്മാരായി തീരും. നിർത്തട്ടെ ഞാൻ. നാളെ എങ്ങനെയാണ് ഈ ഭക്തി ഒരു മനുഷ്യനെ അങ്ങേ അറ്റത്തെ നിലയിലേക്ക് എത്തിക്കുന്നത്, വൈരാഗ്യം എത്തിക്കുന്നത് പോലെ എന്നുള്ളത് വിശദമായി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നവയോഗി സംഭാഷണത്തിൽ നിന്ന് കവിയുടെ ഒരു ഭാഗമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും നാളെ സംസാരിക്കുക. ഓരോ കൊല്ലവും ഞാൻ ഓരോ പുസ്തകം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇത്തവണത്തെ പുസ്തകത്തിൻ്റെ പേര് കൃഷ്ണന്റെ 24 ഗുരുമുഖങ്ങൾ. കൃഷ്ണന്റെ എന്താ നിങ്ങളിത് കേട്ടിട്ട് തോന്നണത്? കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ തന്നെ പൂർവികൻ യദു ഒരു അവധൂതനെ കണ്ട് സംസാരിച്ച വർത്തമാനാണ്. അപ്പം അവധൂതൻ 24 25 ഗുരുക്കന്മാരുണ്ടെന്ന് പറയുക. അപ്പം ആ 25 ഗുരുക്കന്മാരെ കൃഷ്ണൻ ഉദ്ധരിക്കുമ്പോൾ കൃഷ്ണനും ആ 25 ഗുരുക്കന്മാരെ ഗുരുക്കന്മാരായി സ്വീകരിച്ചു കൊണ്ടാണല്ലോ പറയുന്നത്, അല്ലേ? അതിൽ ജീവൻ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. അപ്പം ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഗുരുക്കൾ എന്ന് പറഞ്ഞാലും പറ്റില്ല. അതാണ് ഞാൻ ഗുരുമുഖങ്ങൾ എന്നെഴുതിയത്. പിന്നെ ഇതേവരെ ഉപയോഗിച്ച ടൈറ്റിലൊക്കെ ഇൽ എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിജി ഇള്ളിൽ അവസാനിക്കണ്ടേ ചോദിച്ചു. അപ്പം ഞാൻ തെക്കും വടക്കും ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞു ഗുരുമുഖങ്ങൾ എന്ന്. അപ്പോൾ 24 ഗുരുമുഖങ്ങളാണ് കൃഷ്ണന്, അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് അച്ചടിച്ച ഒരു നിലയ്ക്ക് കിട്ടിയത് എന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കുകയാണെങ്കിൽ മുക്തി സുധാകരത്തിൽ ഞാനിത് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഈ 24 ഗുരുക്കൾ, ഇതിൽ മലമ്പാമ്പടക്കം ഈയാമ്പാറ്റ അടക്കം ഒക്കെ പെടും.
അപ്പൊ ഇങ്ങനെ ഒരു അവതരണം ആരും ചിന്തിക്കാത്തതാ. എല്ലാവരും ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും എല്ലാവരും ഈ മുക്തിസുധാകരം കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും അതിശയപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായ ഒരു ഉപദേശമാണത്. എല്ലാവരും കൂടി നിങ്ങളുടെ മനസ്സിൽ നൃത്തം വയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് വൈകുണ്ഠമാണ് എല്ലായിടത്തും, നിങ്ങളുടെ ഉള്ളിലും അത് അവൈലബിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി അത് വായിക്കാം, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കൈമുതലുണ്ടാവും നിങ്ങൾക്ക്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ, ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി ഹരി. എല്ലാവരും വേണ്ടതുപോലെ ഇരുന്നോളൂ. സമാപനമായിട്ട് ഓംകാരം ജപിക്കാൻ. ഓ ഹരി ഓം തത്സത്.